ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. പാർട്ട് 2 നമുക്ക് നോക്കിയാലോ. ചാപ്റ്റർ 3 ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ട്രൈബ്യൂണൽസ്. ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ട്രൈബ്യൂണൽസ്. ഇപ്പോൾ സെക്ഷൻ 14 നോക്കാം. ഇതേ കാര്യം തന്നെയാണ്, ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ ഇവരുടെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, ഇവരുടെ പവേഴ്സ് എന്താണ്, ഇവരുടെ അതോറിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഒബ്ജക്റ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. റിക്രൂട്ട്മെന്റ്, അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ. ഇവിടെ ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരുകളുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സർവീസുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുക എന്നതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് ആൻഡ് മാറ്റേഴ്സ് കൺസേണിംഗ് റിക്രൂട്ട്മെന്റ് ടു എനി ഓൾ ഇന്ത്യ സർവീസ് or to any civil service of the union or a civil post under the union to a post connected with defense or in the defense services being in either case a post held by the civilian. ഇപ്പോൾ ഈ ഡിഫൻസ് സർവീസ് എന്ന് എടുത്തിട്ടുണ്ട് അല്ലെങ്കിലും ഈ ഡിഫൻസ് സർവീസിലുള്ള ഉദ്യോഗസ്ഥരെയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും പക്ഷേ സിവിലിയൻ പോസ്റ്റാണ് അതിൽ ഉദ്ദേശിക്കുന്നത്, സിവിലിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സോൾജേഴ്സ്, ഓഫീസേഴ്സ് ഇവരൊന്നും വരുന്നില്ല. അതിന് താഴെയുള്ള ആൾക്കാരാണ്, സിവിലിയൻസ് ആയിട്ടുള്ളവരെ മാത്രമേ വരുന്നുള്ളൂ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സിവിലിയൻ ജോബ്സിൽ ഉള്ള ആൾക്കാരുടെ സർവീസ് ഡിസ്പ്യൂട്ട്സിൽ പരിഹാരം കണ്ടുപിടിക്കാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. ഇനി ഓൾ സർവീസ് മാറ്റേഴ്സ് കൺസേണിങ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ, അതായത് നമ്മുടെ IAS IPS പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ തുടക്കത്തിലൊക്കെ പല ടോപ്പ് ലെവൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള പല IAS ഉദ്യോഗസ്ഥരുടെയൊക്കെ പലപ്പോഴും സ്ഥലം മാറ്റം അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകളൊക്കെ മാറിയ സമയത്തൊക്കെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലൊക്കെ അവർ പോയായിരുന്നു. അപ്പോൾ മെമ്പർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ്, അതായത് IAS IPS ഉദ്യോഗസ്ഥരൊക്കെ. ഇനി നമ്മുടെ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഏതൊരു സിവിൽ സർവീസ്, എ പേഴ്സൺ അപ്പോയിന്റഡ് ടു എനി സിവിൽ സർവീസ് ഓഫ് ദ യൂണിയൻ ഓർ എനി സിവിൽ പോസ്റ്റ് അണ്ടർ ദ യൂണിയൻ ഓർ എ സിവിലിയൻ അപ്പോയിന്റഡ് ടു എനി ഡിഫൻസ് സർവീസസ് or a post connected with the defense and pertaining to the service of such member, person or civilian in connection with the affairs of the union or any state or any local or other authority within the territory of India or under the control of government of India or any corporation or society owned or controlled by the government. വേറൊന്നുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സിവിലിയൻ പോസ്റ്റുകളും അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, കമ്പനീസ്, നമ്മുടെ 1956 കമ്പനീസ് ആക്ടിന്റെ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ കമ്പനീസിൽ സർവീസ് ചെയ്ത ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എയ്ഡ് ലഭിക്കുന്ന ഏതെങ്കിലുമൊക്കെ കമ്പനീസ്, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അപ്പൊ ഇതിലൊക്കെ ഉള്ള ജീവനക്കാർ എല്ലാവരും ഉൾപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 15ലേക്ക് വരാം. ഇതേ കാര്യം തന്നെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, സെയിം, യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് പോവാം. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എക്സസൈസസ് ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി ഇൻ റിലേഷൻ ടു റിക്രൂട്ട്മെന്റ് ഡൗട്ട് ഇല്ല, ആൻഡ് മാറ്റേഴ്സ് കൺസേണിംഗ് റിക്രൂട്ട്മെന്റ് ടു എനി സിവിൽ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ എനി സിവിൽ പോസ്റ്റ് അണ്ടർ ദ സ്റ്റേറ്റ്, ഡൗട്ട് ഇല്ലല്ലോ. ആൻഡ് ഓൾ അതർ സർവീസ് മാറ്റേഴ്സ് കൺസേണിംഗ് പേഴ്സൺസ് അപ്പോയിന്റഡ് ടു സെർച്ച് സർവീസ് ആൻഡ് പോസ്റ്റ്. ഇനി അടുത്ത ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണെങ്കിലും ഇതേ കാര്യം തന്നെ, യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ടു ഓർ മോർ സ്റ്റേറ്റ്സ് ഷാൽ എക്സസൈസ് ഓൾ ദ ജൂറിസ്ഡിക്ഷൻ, പവേഴ്സ് ആൻഡ് അതോറിറ്റി എക്സസൈസബിൾ ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഓഫ് സച്ച് സ്റ്റേറ്റ്സ്. ഇനി സെക്ഷൻ 17 പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് കോടതി അലക്ഷ്യം, അതാണ് കണ്ടംപ്റ്റ് ടു കോർട്ട് എന്ന് പറയുന്ന സാധനം. കണ്ടംപ്റ്റ് ടു കോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോടതി അലക്ഷ്യം. അപ്പൊ കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കാനൊക്കെ ഉള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ കോടതിയുടെ ഉത്തരവ് പോലും പലരും പാലിക്കാത്ത ഒരു സാഹചര്യം വരാറില്ലേ. അപ്പോൾ കോടതി അലക്ഷ്യം എന്ന് പറയും. കോടതിയുടെ ഒരു ഉത്തരവ് പാലിച്ചില്ല എങ്കിൽ കോടതി അലക്ഷ്യ നടപടിക്ക്
ശിക്ഷ നേരിടേണ്ടി വരും ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റിനോ. അപ്പോൾ ഈ കണ്ടംപ്റ്റ് ടു കോർട്ട് അല്ലെങ്കിൽ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് ഒരു ഹൈക്കോടതിയുടെ അധികാരം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുണ്ട്. ഇപ്പൊ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്ന സാഹചര്യത്തിൽ ഒരു ഹൈക്കോടതിയുടെ അധികാരം ഉണ്ട്. ആർക്ക്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഹൈക്കോടതിയുടെയാണ്, ഓർത്തു വെച്ചേക്കോ, ഹൈക്കോടതിയുടെ. അപ്പോൾ കണ്ടംപ്റ്റ് ടു കോർട്ട് ആക്ട് 1971 ആ കാര്യങ്ങളൊക്കെ വരുന്നത്. A tribunal shall have and exercise the same jurisdiction, powers and authority in respect of convict. In respect, ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്, മറ്റു കാര്യങ്ങൾക്കൊന്നും വരുന്നില്ല. ബാക്കി പറയുന്ന സമൻസ് അതേപോലെ എവിഡൻസ് കളക്ട് ചെയ്യാൻ അതൊക്കെ സിവിൽ കോടതിയുടെ അധികാരങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ ഈ കോടതി അലക്ഷ്യത്തിന് മാത്രമേ വരുന്നുള്ളൂ. കണ്ടംപ്റ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആസ് എ ഹൈക്കോർട്ട് ഹാസ് ആൻഡ് മേ എക്സസൈസ് ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് നമ്മുടെ കണ്ടംപ്റ്റ് കോർട്ട് ആക്ട് 1971 ബേസിസിലാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. ഇനി ട്രൈബ്യൂണൽ ഹാസ് ഓൾ ദ പവേഴ്സ് വിച്ച് എ ഹൈക്കോർട്ട് ക്യാൻ എക്സസൈസ് ഇൻ റെസ്പെക്ട് ഓഫ് contempt of court, and for this purpose the provisions of contempt of court 1971 are made applicable subject to certain modifications. ഇനി സെക്ഷൻ 18 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബിസിനസ് എമംഗ് ബെഞ്ചസ്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞായിരുന്നു. ഓരോ ബെഞ്ചസിലും അലൊക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ഈ പറയുന്ന ഗവൺമെന്റിനുണ്ട്. അതേപോലെ തന്നെ ചെയർമാനിന് കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടൊക്കെ വരുന്ന കാര്യങ്ങളാണ്. വേർ എനി ബെഞ്ച് ഓഫ് എ ട്രൈബ്യൂണൽ ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് മേ from time to time by notification make provisions as to the distribution of business of the tribunal among benches and specify the matters which may be dealt with each bench. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പൊ ഹൈക്കോർട്ടിൽ PSCയുടെ കേസുകളാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബെഞ്ചാണ് നോക്കുന്നത്. ഇപ്പം മറ്റ് കാര്യങ്ങൾ, ഇപ്പം പല കാര്യങ്ങളും, ഓരോ കാര്യങ്ങളും ഓരോ ടൈപ്പ് ഓഫ് കാര്യങ്ങളും ഓരോരോ ബെഞ്ചിനാണ് പൊതുവെ കൊടുക്കാറുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും ജഡ്ജസിന് കൊടുക്കും, അല്ലെങ്കിൽ ബെഞ്ചുകൾക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള പല ബെഞ്ചുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ആൾക്കാരുടെ എണ്ണമൊക്കെ വെച്ചിട്ടാണ്, ജഡ്ജിമാരുടെ എണ്ണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ ജഡ്ജസിന് ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ കാര്യങ്ങളുടെ കേസുകളാണ് പലപ്പോഴും ഓരോ ബെഞ്ചസിന് കൈമാറുന്നത്. അപ്പം അത് കൈമാറുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആണ്. ഇനി ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഒരു പെർട്ടിക്കുലർ ബെഞ്ചിന്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ PSCയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു ബെഞ്ചാണെന്ന് വിചാരിക്കും. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കം വന്നു, ഇപ്പൊ വേറെ ഏതോ ഒരു ബെഞ്ചും ആ ഒരു ബെഞ്ചും തമ്മിലുള്ള ഏതെങ്കിലും ഒന്ന് ഈ PSCയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ വരുന്നു. അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇതിൽ ഏത് ബെഞ്ച് ഈ ഒരു കേസ് പരിഗണിക്കും എന്ന ഒരു ഡിബേറ്റ് വന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചെയർമാന് തീരുമാനിക്കാം. ഫൈനൽ തീരുമാനം ചെയർമാൻ്റെ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കോ. If any question arises as to, അതാണ് ഇനി അടുത്ത സബ്സെക്ഷൻ 2 പറയുന്നത്. 18 സബ്സെക്ഷൻ 2 പറയുന്ന കാര്യം ഇതാണ്. If any question arises as to whether any matter falls within the purview of the business allocation to the bench of a tribunal, the decision of the chairman ആണ് ഫൈനൽ ആയിരിക്കുന്നത്. അലൊക്കേറ്റ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആണ്. പക്ഷേ ഈ അലൊക്കേഷന്റെ സമയത്ത് എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ ആ തർക്കം പരിഹരിക്കുന്നത് ചെയർമാൻ ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് പ്രൊസീജിയർ. ഇനി ഒരൊറ്റ ചാപ്റ്ററും കൂടെ ഉള്ളൂ, മിസ്ലീനിയസ്. ചാപ്റ്റർ 4 പ്രൊസീജിയർ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ സെക്ഷൻ 19 ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് ടു ട്രൈബ്യൂണൽസ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഗ്രിവൻസ് ഉണ്ടായെങ്കിൽ ആ ഒരു ഗ്രിവൻസ് റെഡ്രസ് ചെയ്യാൻ വേണ്ടി ട്രൈബ്യൂണലിനെ സമീപിക്കാം. അപ്പോൾ ട്രൈബ്യൂണലിന് ഈ ഒരു കേസിന്റെ ആപ്ലിക്കേഷൻ ആണ് നൽകേണ്ടത്, അല്ലെ? ഒരു പെർട്ടിക്കുലർ ഫോമും ഫോർമാറ്റും ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ നൽകണം. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസുകൾ നൽകണം. അതേപോലെ തന്നെ ഫീ ഉണ്ട് എങ്കിൽ ഫീ പക്ഷെ 100 രൂപയിൽ കൂടുതലാകാൻ പാടില്ല, അങ്ങനെ നമ്മൾ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഫീ ഉണ്ടെങ്കിൽ ആ ഒരു ഫീ, ഈ കാര്യങ്ങളെല്ലാം ചേർത്തായിരിക്കണം ഒരു ആപ്ലിക്കേഷൻ ട്രൈബ്യൂണലിന് മുൻപാകെ സമർപ്പിക്കേണ്ടത്. Subject to other provisions of this act, a person aggrieved by any order pertaining to any matter within the jurisdiction of a tribunal may make an application to the tribunal for the redressal of his grievance. അപ്പോൾ ഈ ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഗ്രീവൻസ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ്.
ട്രൈബ്യൂണലിന് ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സബ്സെക്ഷൻ, ഈ ഓർഡർ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഡർ എന്ന് പറയുമ്പം ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവ് കാരണമായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസറിൻ്റെ ഒരു ഓർഡറിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു ഗ്രീവൻസ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഏതൊക്കെയാണ് ഈ ഓർഡറിൻ്റെ ഒരു ഡെഫിനേഷൻസ് ആണ്, എന്തൊക്കെ ഓർഡർ ആണ്? By the government or a local or other authority within the territory of India or under the control of government of India or by any corporation or society owned or controlled by the government. വേറൊന്നുമല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി, ഏത് സ്ഥാപനം, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഉത്തരവാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഗ്രീവൻസ്, ഇപ്പം ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എങ്കിൽ, ഇനി by an officer, committee or other body or agency of the government or a local or other authority or corporation of society. അതായത് ഈ പറയുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അതിനകത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ഉത്തരവാണ് ഗ്രീവൻസ് ഉണ്ടാക്കിയതെങ്കിൽ അങ്ങനെ. ഇനി അതേപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് പെർട്ടിക്കുലർ ഫോമും ഫോമാറ്റിലൊക്കെ തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. പ്രിസ്ക്രൈബ്ഡ് ചെയ്ത ഫീസ് ഉൾപ്പെടെ വേണം അപേക്ഷ സമർപ്പിക്കാൻ. ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് ഒരിക്കലും 100 രൂപയിൽ കൂടുതലാകാൻ പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ കാലം മാറുമല്ലേ, വിലയൊക്കെ കൂട്ടണ്ടേ, അപ്പം എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യും? അമെൻഡ് ചെയ്യും. വേറെ വഴിയില്ലല്ലോ, കാരണം 100 രൂപ എന്നൊക്കെ എടുത്തെഴുതിയിരിക്കുമല്ലേ ആക്റ്റിൽ. അപ്പോൾ അമെൻഡ് ചെയ്യാം, അമെൻഡ് ചെയ്ത് മാറ്റാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ എക്സാക്ട് എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ റൂൾസ് വെച്ചിട്ടായിരിക്കും എമൗണ്ട് തീരുമാനിക്കുന്നത്. റൂൾസിൻ്റെ ബേസിസ്, നമ്മുടെ ഗവൺമെൻറ് റൂൾസ് നിർമ്മിക്കുമല്ലോ ആക്ടിൻ്റെ ബേസിസിൽ, അതിൻ്റെ ബേസിസിലായിരിക്കും. പക്ഷേ ഇവിടെ ആക്ടിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എവരി ആപ്ലിക്കേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി ഇൻ സച്ച് ഫോം ആൻഡ് ബി അക്കംപനീഡ് ബൈ സച്ച് ഡോക്യുമെന്റ്സ് ഓർ അതർ എവിഡൻസ് ആൻഡ് ബൈ സച്ച് ഫീ ഇഫ് എനി നോട്ട് എക്സീഡിങ് 100 rupees. ഇനി ഇപ്പം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അപേക്ഷ നമ്മുടെ ട്രൈബ്യൂണലിന് കിട്ടി. അപ്പോൾ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അപേക്ഷ സ്വീകരിക്കും, അല്ലെങ്കിൽ അപേക്ഷ തള്ളിക്കളയും. അപ്പോൾ ഈ ഒരു നമ്മുടെ ട്രൈബ്യൂണലിന് തോന്നുവാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കണം. കാരണം ഈ പറയുന്ന കംപ്ലൈൻ്റ് ഉള്ള വ്യക്തി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഒക്കെ പോയി, അവിടെയൊന്നും നീതി ലഭിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല, അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലേ ഉള്ളൂ എന്നൊക്കെ തോന്നുന്ന പക്ഷം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അധികാര പരിധിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ആ ഒരു കേസ് സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം ആ ഒരു കേസ് തള്ളിക്കളയാം. തള്ളിക്കളയുവാണെങ്കിലും അതിൻ്റെ റീസൺസ് ഉൾപ്പെടെ നൽകിയിട്ട് വേണം തള്ളിക്കളയാനേ. On receipt of an application under subsection 1, the tribunal shall, if satisfied after such inquiry as it may deem necessary, application is a fit case for adjudication or trial by a court. Trial by it admits such application. ഈ ഒരു ട്രയൽ ഓക്കെ ആണെന്ന് ഈ ഒരു കേസ് ഓക്കെ ആണെന്ന് തോന്നുന്ന പക്ഷം, ഒരു അഡ്ജുഡിക്കേഷന് പറ്റിയതാണ്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ തോന്നുന്ന പക്ഷം കേസ് സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം, ബട്ട് വേർ ദ ട്രൈബ്യൂണൽ ഈസ് നോട്ട് സോ സാറ്റിസ്ഫൈഡ്, ഇറ്റ് മേ സമ്മർലി റിജക്ട് ദ ആപ്ലിക്കേഷൻ ആഫ്റ്റർ റെക്കോർഡിംഗ് ഇറ്റ്സ് റീസൺസ്. അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാം, നിരസിക്കാം. അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്ന. സബ്സെക്ഷൻ 4 ആണ്. നമുക്കൊന്ന് വായിക്കാം ആദ്യം. Where an application has been admitted by the tribunal under subsection 3, every proceeding under the relevant service rules as to the redressal of grievance in relation to subject matter of such application pending immediately before such admission shall abate and save as otherwise directed by the tribunal. No appeal or representation in relation to such matter shall thereafter be entertained under such rules. അപ്പോൾ ഈ ഒരു കേസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എടുക്കുന്നതിന് മുൻപേ വേറെ ഏതെങ്കിലും ഒരു കോടതിയിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ ആ ഒരു കാര്യം അത് പിന്നെ റദ്ദാവും, അല്ല എങ്കിൽ അത് ഇല്ലാണ്ടാവും.
അതില്ലാണ്ടാവും. ആ ഒരു കാര്യമാണ് ഇനി പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു വിധി വന്നതിന് ശേഷം പിന്നെ ആ ഒരു വിധിയുടെ അപ്പീല് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എടുക്കുന്ന പക്ഷം ആ ഒരു കേസ് പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മാത്രമായിരിക്കും ഒരു ഫൈനൽ വേർഡിക്റ്റ് കൊണ്ടുവരുന്നത്. ഇനി അടുത്ത സെക്ഷൻ 20, ആപ്ലിക്കേഷൻസ് നോട്ട് ബി അഡ്മിറ്റഡ് അൺലെസ് അതർ റെമഡീസ് എക്സോസ്റ്റഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സെക്ഷൻ 20 ഇപ്പോൾ ഒരു പരാതിക്കാരന് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ അല്ലെങ്കിൽ ലഭിക്കുന്ന മറ്റ് ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി ആ മറ്റ് ഓപ്ഷൻസ് സ്വീകരിക്കണം. അല്ലാണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് വരരുത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉദ്ദേശം തന്നെ മാക്സിമം സ്പീഡായിട്ട് ജസ്റ്റിസ് നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റ് കോടതികളുടെ ആ കെട്ടിക്കിടക്കുന്ന ഭാരവും കുറയ്ക്കുക. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഒരു കംപ്ലൈന്റിന് മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല എന്നുള്ളൊരു കാര്യവും കൂടെ ഉറപ്പാക്കണം. അല്ലാത്ത പക്ഷവും ട്രൈബ്യൂണലിൽ കേസ് തള്ളിക്കളയാവുന്നതാണ്. A tribunal shall not ordinarily admit an application unless it is satisfied. ഞാൻ നേരത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഇതേ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഈ ഒരു കാര്യം കൂടെ നോക്കിയിട്ടാണ് അവർ കേസ് പലപ്പോഴും സ്വീകരിക്കുന്നത്. ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ആപ്ലിക്കൻറ്റ് ഹാഡ് അവെയിൽഡ് all of the remedies available to him under the relevant service rules as to redressal of grievances. അപ്പോൾ മറ്റ് എല്ലാ രീതികളും അദ്ദേഹം ശ്രമിച്ചു എന്നിട്ടും ലഭിച്ചില്ല എങ്കിലൊക്കെയാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് വരുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് സബ്സെക്ഷൻ 1, a person shall be deemed to have availed of all the remedies available to him under the relevant service rules as to redressal of grievances. സെയിം കാര്യം തന്നെയാണ്. If a final order has been made by the government or other authority or officer or other person competent to pass such order under such rules. അപ്പോൾ ഒരു ഫൈനൽ ഓർഡർ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഓർഡർ കൊണ്ടുവരാൻ പ്രാപ്തനായിട്ടുള്ള അല്ലെങ്കിൽ അതിന് അധികാരമുള്ളൊരു വ്യക്തി ഈ ഒരു അഗ്രീവ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ കംപ്ലൈനന്റിന്റെ അപ്പീൽ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ അദ്ദേഹത്തിന്റെ ആ ഒരു അപേക്ഷ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അല്ല എങ്കിൽ where no final order has been made by the government or other authority or officer or other person competent to pass such order with regard to the appeal preferred. അപ്പോൾ ഈ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഈ ഒരു അപ്പീൽ അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെന്റേഷന്റെ മുകളിൽ ഒരു ഫൈനൽ വിധി തീർപ്പാക്കാനുള്ള മേ ബി അത് സർക്കാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പീറ്റന്റ് അതോറിറ്റി ആയിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം. ആ ഒരു വ്യക്തി ഫൈനൽ ഓർഡർ പാസ്സാക്കുന്നില്ല എങ്കിലും ഈ ഒരു കാര്യം നടന്ന if a period of 6 months, ഈ ഒരു 6 months ഓർത്ത് വെച്ചോളുക, 6 months from the date on which such appeal was preferred or representation was made has expired. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ വരെ അല്ലെങ്കിൽ 6 മാസം വരെ ഒരു തരത്തിലുള്ള ഓർഡറും കോമ്പീറ്റന്റ് അതോറിറ്റി ഇറക്കിയില്ല എങ്കിൽ, ഉത്തരവ് കോമ്പീറ്റന്റ് അതോറിറ്റി ഇറക്കിയില്ല എങ്കിൽ. ഇനി അടുത്തത് സെക്ഷൻ 21 ലിമിറ്റേഷൻസ്. സെക്ഷൻ 21 ലിമിറ്റേഷൻസ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസുകൾ എടുക്കാത്തത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് കേസുകൾ എടുക്കാത്തത്? അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഷാൽ നോട്ട് അഡ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മുടെ സെക്ഷൻ 20 നേരത്തെ നമ്മൾ സെക്ഷൻ 20 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഉത്തരവ് നമുക്കത് വായിക്കാം. ഇൻ കേസ് വേർ എ ഫൈനൽ ഓർഡർ സച്ച് ആസ് മെൻഷൻഡ് ഇൻ ക്ലോസ് എ ഓഫ് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 20, നമ്മൾ ആദ്യം പറഞ്ഞ ക്ലോസ് ആണ് എ, അത് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത ബിയുടെ അടുത്ത് നോക്കാറുണ്ട്. ഹാസ് ബീൻ മെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗ്രീവൻസ് അൺലെസ് ദ ആപ്ലിക്കേഷൻ ഈസ് മെയ്ഡ്. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഫൈനൽ ഓർഡർ ഉണ്ടല്ലോ, ആ ഒരു ഫൈനൽ ഓർഡർ വന്നതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ അല്ല ഈ ആപ്ലിക്കേഷൻ നൽകുന്നത് എങ്കിൽ ആ ഒരു കേസ് സ്വീകരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു ഫൈനൽ ഓർഡർ വന്നു. അപ്പോൾ ആ ഒരു ഓർഡർ കാരണമായിരിക്കാം ഈ ഒരു ഗ്രീവൻസ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈനന്റിന് ഈ ഒരു കംപ്ലൈന്റ് ഉണ്ടായത്. അപ്പം അങ്ങനെ വരുന്ന ഒരു ഫൈനൽ ഓർഡർ വന്ന് 1 വർഷത്തിനകത്തല്ല ഈ ഒരു ആപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുൻപാകെ സമർപ്പിക്കുന്നത് എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് സാധിക്കുകയില്ല. ഇനി അടുത്തത് നമ്മുടെ ഒരു 6 മാസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ക്ലോസ് ബിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു.
സെക്ഷൻ 20 തന്നെ ക്ലോസ് ബി, സബ്സെക്ഷൻ 2 ക്ലോസ് ബി 6 മാസം. അപ്പൊ 6 മാസത്തിനുള്ളിലും ഒരു തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചില്ല എങ്കിൽ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ in case where an appeal or representation such as is mentioned in clause B of subsection 2 of section 20 has been made and a period of 6 months has expired thereafter without such final order has been made. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ഫൈനൽ ഓർഡർ വന്നില്ല, 6 മാസം കഴിഞ്ഞിട്ടും ഫൈനൽ ഓർഡർ വരാത്തൊരു സാഹചര്യത്തിൽ ഈ 6 മാസത്തിന് ശേഷമുള്ള ഒരു വർഷത്തിനകത്ത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തില്ല എങ്കിൽ, 6 മാസത്തിന് കഴിഞ്ഞതിന് ശേഷം, ഈ 6 മാസത്തെ കാര്യം നമ്മൾ ഓൾറെഡി ക്ലോസ് ബിയിൽ പറഞ്ഞായിരുന്നു, സെക്ഷൻ 20 സബ്സെക്ഷൻ 2 ക്ലോസ് ബിയിൽ പറഞ്ഞായിരുന്നു. ഈ ഒരു 6 മാസം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു വർഷത്തിനകത്ത് ആപ്ലിക്കേഷൻ നൽകിയില്ല എങ്കിൽ. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചതൊന്ന് മനസ്സിലാക്കി വെക്കുക. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ സബ്സെക്ഷൻ 1 where the grievance in respect of which an application is made had arisen by reason of any order made at any time during the period of 3 years immediately preceding the date on which the jurisdiction powers and authority of the tribunal becomes exercisable under the act in respect of the matter to which such order related. ഇപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ആക്ട് നിലവിൽ വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ട്രൈബ്യൂണലിന് അതിന് അധികാരം കിട്ടിയ ആ ഒരു സമയത്ത്, അതായത് ഈ ആക്ട് നിലവിൽ വന്നു അല്ലെങ്കിൽ ഈ ഒരു ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് മുന്നേ ഉള്ള 3 വർഷ കാലത്തിലുള്ളതാണ് ഈ ഒരു സംഭവമെങ്കിലും ട്രൈബ്യൂണലിന് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതായത് വേറൊന്നുമല്ല, ഈ ട്രൈബ്യൂണലിന് ഈ പറയുന്ന ജൂറിസ്ഡിക്ഷനും പവേഴ്സൊക്കെ ലഭിച്ചതിന് തൊട്ട് മുന്നേയുള്ള 3 വർഷക്കാലം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് അസെന്റ് നൽകി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്ത തൊട്ട് മുന്നേ ഉള്ള 3 വർഷക്കാലത്തിനിടയിലാണ് ഈ ഒരു സംഭവം നടന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ ഓർഡർ നടന്നതെങ്കിലും ഈ ഒരു കാര്യം കേസായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. No proceeding for the redressal of such grievance had been commenced before the said date before any High Court. The application shall be entertained by the tribunal if it is made within the period referred to in clause A or as the case may be clause B of subsection 1 or within a period of 6 months from the same date whichever period expires later. നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഇതും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. No proceeding for the redressal of such grievance has been commenced before the said date before any High Court. അപ്പം നമ്മുടെ ഈ പറയുന്ന ഇതേ ഗ്രീവൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിഡ്രസലിന് വേണ്ടി ഉള്ളൊരു കേസ് അല്ലെങ്കിൽ ഒരു അപ്പീൽ ഹൈക്കോടതിക്ക് മുൻപാകെ ഈ ഒരു കാലത്തിൽ, അതായത് ഈ 3 വർഷത്തിനിടയിൽ ഹൈക്കോടതിയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പ്രൊസീഡിങ്സ് ഹൈക്കോടതിയിൽ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. The application shall be entertained by the tribunal if it is made within the period referred to in clause. അപ്പോൾ ഈ ഒരു സമയത്തിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നില്ല എങ്കിൽ ഈ ഒരു കേസ് നമ്മുടെ ട്രൈബ്യൂണലിന് സ്വീകരിക്കാം. It is made within the period referred to in clause A or as the case may be clause B of subsection 1 or within a period of 6 months from the said date whichever period expires later. Notwithstanding anything contained in subsection 1 or subsection 2, an application may be admitted after the period of 1 year. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ പറഞ്ഞായിരുന്നു, ഈ ആദ്യത്തെ കേസാണെങ്കിൽ 1 വർഷം, രണ്ടാമത്തെ കേസാണെങ്കിലും 6 മാസത്തിന് ശേഷമുള്ള 1 വർഷം, ഈ 2 കാര്യവും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റിന് ശേഷമുള്ള, ഇപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ടൈം ലിമിറ്റിന് ശേഷമാണ് ഒരു കംപ്ലൈനന്റ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു കാലതാമസം വരുന്നതിന് അല്ലെങ്കിൽ വരുത്തിയതിന് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് നമ്മുടെ ട്രിബ്യൂണലിന് തോന്നുന്ന പക്ഷം, അതായത് ആപ്ലിക്കന്റ് ട്രിബ്യൂണലിന് മുൻപാകെ വാലിഡ് ആയിട്ടൊരു റീസൺ ഉണ്ട്, ആ കാര്യങ്ങൾ ട്രൈബ്യൂണലിന് മനസ്സിലാക്കി ട്രൈബ്യൂണലിന് അത് മനസ്സിലാവുന്ന പക്ഷം അതിനുശേഷം ഈ 1 വർഷത്തിന് ശേഷം വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും എടുക്കാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. Notwithstanding anything contained in subsection 1 or subsection 2, an application may be admitted after the period of 1 year specified in clause A or clause B of subsection 1 or as the case may be the period of 6 months. നമ്മൾ ഈ 6 മാസത്തെ ഒരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, 6 മാസത്തെ കാര്യം, അതായത് ഫൈനൽ ഓർഡർ 6 മാസത്തിനുള്ളിൽ വന്നില്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 6 മാസത്തിന് ശേഷമുള്ള 1 വർഷത്തിനകത്ത്
ആയിരിക്കണം ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അതിനുശേഷമുള്ള 1 വർഷത്തിനകത്തല്ല ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തില്ല എങ്കിൽ അത് ട്രൈബ്യൂണൽ സ്വീകരിക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാലാവധി കഴിഞ്ഞാലും ഈ ഒരു 1 വർഷം കഴിഞ്ഞാലും വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട് അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോസ് ഉണ്ട് എങ്കിൽ ട്രൈബ്യൂണൽ ആ ഒരു കേസ് സ്വീകരിക്കും. ഈ ഒരു കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് സെക്ഷൻ 22, പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് ട്രൈബ്യൂണൽസ്. പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് ട്രൈബ്യൂണൽസ്. അപ്പോൾ നമ്മുടെ ട്രൈബ്യൂണൽസിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു സിവിൽ കോടതിയുടെ അധികാരമൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908ന്റെ ബേസിസിലുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ആർക്ക്, നമ്മുടെ ട്രൈബ്യൂണൽസിൽ. നോർമൽ കേസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഹൈക്കോർട്ടിലാണ് ഒരു കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണം, സെക്കൻഡ് സമൺസ് സെർവ് ചെയ്യും, അതായത് പ്രതിഭാഗത്തിന് സമൺസ് സെർവ് ചെയ്യും. അത് കഴിഞ്ഞ് ഹിയറിങ്സ് സ്റ്റാർട്ട് ചെയ്യും. ഹിയറിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിഡൻസ് കളക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരും. അതിനുശേഷം ജഡ്ജ്മെന്റ് വരും, ഈ പറയുന്ന ട്രയൽ വരും. ട്രയലിന് ശേഷം ജഡ്ജ്മെന്റ് വരും. ജഡ്ജ്മെന്റിന് ശേഷം എക്സിക്യൂഷൻ, അതായത് ശിക്ഷ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു കേസിന്റെ യഥാർത്ഥ പ്രൊസീജിയർ അല്ലെങ്കിൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിന്റെ അകത്തുള്ള ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ട്രൈബ്യൂണലിന് ബൈൻഡിങ് അല്ല. പിന്നെ ട്രൈബ്യൂണൽ പിന്നെ എങ്ങനെയാ ഫോളോ ചെയ്യുന്ന? ഇപ്പൊ നിങ്ങൾ ലോകായുക്ത പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, അതായത് കീഴ്ക്കോടതി, ശരിക്കും പറഞ്ഞാൽ ഒരു തമ്മിൽ ഈ പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനൊക്കെ ഒരുമിച്ചിരുന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു അഡ്വക്കേറ്റിന്റെ പോലും സഹായം ഇല്ലാതെ വാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ലോകായുക്തയൊക്കെ. അപ്പൊ അതേ രീതിയിലുള്ളൊരു പ്രോസസ്സാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെയൊക്കെ അഡ്വക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എക്സാമിനുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഇതാണ്. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് ബയാസ്, റൈറ്റ് അഗെയിൻസ്റ്റ് ബയാസ്. രണ്ടെന്ന് പറയുന്നത് റൈറ്റ് ടു ഫെയർ ഹിയറിംഗ് അല്ലെങ്കിൽ റൈറ്റ് ടു ഫെയർ ഹിയറിംഗ്. ഈ 2 കാര്യങ്ങളാണ്. റൈറ്റ് അഗെയിൻസ്റ്റ് ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബയാസും പാടില്ല. ഈ പറയുന്ന അഡ്ജുഡിക്കേഷൻ്റെ ഇടയിൽ ഒരു തരത്തിലുള്ള ബയാസുകളും ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും പാടില്ല. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ഫെയർ ഹിയറിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അതായത് ഏതൊരു കാര്യം, ഇപ്പോൾ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന് മുൻപേ 2 ഭാഗവും കേൾക്കണം, ഒരു ഭാഗം മാത്രം കേട്ട് തീരുമാനമെടുക്കരുത്. അതാണ് റൈറ്റ് ടു ഫെയർ ഹിയറിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ബേസിസിലൊക്കെയാണ് നമ്മുടെ ട്രൈബ്യൂണൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് സബ്ജക്ട് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് എനി റൂൾസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, the tribunal shall have power to regulate its own procedure including the fixing of places. അതേപോലെ തന്നെ എവിടെ വെച്ച് ഈ പറയുന്ന ട്രയലും പ്രൊസീജിയറൊക്കെ നടത്തണം, സമയം, സന്ദർഭം, അത് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ ട്രൈബ്യൂണലിനുണ്ട്. ഇനി ട്രൈബ്യൂണൽ ഷാൽ ഡിസൈഡ് എവറി ആപ്ലിക്കേഷൻ മെയ്ഡ് ടു ഇറ്റ് ആസ് എക്സ്. വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ തീർപ്പാക്കും. പിന്നെ ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഷാൽ ബി ഡിസൈഡഡ് ഓൺ ദ പെറൂസൽ ഓഫ് ഡോക്യുമെന്റ്സ്. അതേപോലെ തന്നെ റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഡോക്യുമെന്റ്സ്, അതായത് ഇപ്പോൾ നമ്മളൊരു കേസ് ഫയൽ ചെയ്യണം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഡോക്യുമെന്റ്സ്, അതേപോലെ തന്നെ റിട്ടൺ റെപ്രസെൻറ്റേഷൻസ്, അതേപോലെ തന്നെ ഓറൽ ആർഗ്യുമെന്റ്സ്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫൈനൽ ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ലോയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ലോയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സിവിൽ കോടതിയുടെ അധികാരമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ട്രൈബ്യൂണൽ ഷാൽ ഹാവ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻസ് അണ്ടർ ദിസ് ആക്ട് the same powers as are vested in a civil court under the Code of Civil Procedure 1908. Code of Civil Procedure 1908ന്റെ ബേസിസിലുള്ള നമ്മുടെ ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഒത്തിരി അധികാരങ്ങളുണ്ട്. എല്ലാ അധികാരവും ചിലപ്പോൾ ഈ പറയുന്ന ട്രൈബ്യൂണൽ എന്നല്ല മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതേപോലെ നമ്മുടെ പല ആക്ടിലും ഈ സിവിൽ കോടതിയുടെ അധികാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളൊന്നും വരുന്നില്ല. ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള, അതായത് റൂൾസിൽ വഴി, നോട്ടിഫിക്കേഷൻ വഴി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റൂൾസുകളാണ്, അല്ലെങ്കിൽ ആ പവേഴ്സ് മാത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ചു വരുത്താനുള്ള അധികാരം, ആ ഒരു വ്യക്തിയെ കോടതിയിൽ എത്തിക്കാൻ, ആ ഒരു വ്യക്തിയുടെ അറ്റൻഡൻസ് ഉറപ്പാക്കാനുള്ള അധികാരം. അതേപോലെ തന്നെ ഏതൊരു ഡോക്യുമെന്റ്സും കണ്ടെത്താനും ഹാജരാക്കാനും, കോടതി മുൻപാകെ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ മുൻപാകെ ഹാജരാക്കാനുമുള്ള അധികാരം. അതേപോലെ സത്യവാങ്മൂലത്തിന് മുകളിൽ എവിഡൻസ് സ്വീകരിക്കാനുള്ള അധികാരം. ഇനി subject to the provisions of section 123 and 124 of the Indian Evidence Act 1872. ഇത് എല്ലായിടത്തും ഒന്നും കാണാറില്ല. ഇതെന്താന്ന് വെച്ചാലേ, നമ്മൾ ഈ പറയുന്ന ആക്ട് എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് അല്ലേ, സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ 123യും 124 ഈ രണ്ട് സെക്ഷൻസ്, ഇപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 1872 സെക്ഷൻ 123യും 124ലും ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വഴി കിട്ടിയ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ, നമ്മുടെ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ ഇരിക്കുന്ന കാരണം അദ്ദേഹത്തിന് കോൺഫിഡൻഷ്യൽ ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു ഡേറ്റ ഒരു കോടതിക്ക് മുൻപാകെയും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് കോൺഫിഡൻഷ്യൽ ഡേറ്റ, സർവീസുമായി ബന്ധപ്പെടുന്ന കോൺഫിഡൻഷ്യൽ ഡേറ്റ ഒരു കോടതിക്ക് മുൻപാകെയും ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നുള്ള സെക്ഷൻസ് ആണ് സെക്ഷൻ 123യും 124. ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, വേറെ കൂടുതലൊന്നും ഓർക്കണ്ട, ഇത്രയേ ഉള്ളൂ. ഓക്കെ, 123, 124 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ആക്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാത്രം ഇതും ഈ പറയുന്ന 123, 124 എന്താണെന്നൊന്നും ചോദിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ ഞാൻ. റിക്വസിഷനിങ് എനി പബ്ലിക് റെക്കോർഡ് ഓർ ഡോക്യുമെന്റ്. അപ്പോൾ ഈ പറയുന്ന ഏതൊരു പബ്ലിക് റെക്കോർഡ് എടുക്കുന്ന സമയത്തും, ഏതൊരു പബ്ലിക് റെക്കോർഡും ആക്സസ് ചെയ്യാനും അതിന്റെ കോപ്പി എടുക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് പ്രിസർവ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഉള്ള അധികാരം നമ്മുടെ സിവിൽ കോടതിക്കുണ്ട്. അപ്പൊ ആ അധികാരങ്ങളൊക്കെ ഈ പറയുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യലായി കിട്ടുന്ന ഒരു ഡേറ്റ കോടതിക്ക് മുൻപാകെ ഡിസ്ക്ലോസ് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനെയും നിർബന്ധിക്കാൻ പറ്റില്ല. ഇനി ഇഷ്യൂയിങ് കമ്മീഷൻസ് ഫോർ ദ എക്സാമിനേഷൻ വിത്ത് വിറ്റ്നസ് ഓർ ഡോക്യുമെന്റ്സ്, പിന്നെ റിവ്യൂയിങ് ഇറ്റ്സ് റിവ്യൂ, പിന്നെ ഡിസ്മിസിങ് ഓർ റെപ്രസെന്റേഷൻ ഫോർ ഡീഫോൾട്ട് ഓർ ഡിസൈഡിങ് ഇറ്റ്സ് എക്സ്പാർട്ടെ. എക്സ്പാർട്ടെ, ഈ ഒരു എക്സ്പാർട്ടേയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. എക്സ്പാർട്ടെ പലതിലും ഒക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലും ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ എക്സ്പാർട്ടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലീഗൽ ടേമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് കേട്ടോ. കറക്റ്റ് ചിലപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ മീനിങ് അറിയായിരിക്കും, പക്ഷെ എക്സാക്ട്ലി ഇത് എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കണം. ഇതൊരു ലാറ്റിൻ ലീഗൽ ടേം ആണ്. അപ്പൊ ഇതിന്റെ കോമൺ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്ന ഒരു ഭാഗം എന്നൊക്കെയാണ്, ഒരു ഭാഗം, വൺ പാർട്ടി എന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ ലീഗൽ ടേമിൽ ഇതിന്റെ എക്സാക്ട് മീനിങ് വരുന്നത് ഇങ്ങനെയാണ്: ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നതിനെയാണ് എക്സ്പാർട്ടെ എന്ന് പറയുന്നത്. ഒരു ഭാഗം മാത്രം കേട്ട്, വാദിഭാഗം അല്ലെങ്കിൽ പ്രതിഭാഗം മാത്രം കേട്ടുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു വേർഡിക്റ്റ് വിധിക്കുന്നതിനെ അല്ലെങ്കിൽ ഒരു ഓർഡർ പാസ്സാക്കുന്നതിനെയാണ് എക്സ്പാർട്ടെ എന്ന് പറയുന്നത്. ഇപ്പൊ ചില സാഹചര്യത്തിൽ അത് വളരെ നല്ലതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്കണോമിക് ഫ്യൂജിറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പല കേസിലൊക്കെ പെടുന്ന ആൾക്കാർ, അപ്പൊ അവരുടെ അസറ്റുകൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പ്രതിഭാഗത്തിന്റെ ഭാഗം കേൾക്കാതെ തന്നെ അസറ്റ് ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ കോടതി നൽകാറുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ, കാരണം ഈ പ്രതികളാണ് എന്ന് ഉറപ്പായിട്ടില്ല, അക്യൂസ്ഡ് മാത്രമാണ്. അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ ആ ഒരു കേസ് തന്നെ ഇല്ലാണ്ടാക്കും. കേസ് പറയുന്ന പലതരത്തിലും കേസിനെ അത് മോശമായി ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അസറ്റ് ഫ്രീസിങ്ങിനൊക്കെ ഉള്ള ഉത്തരവ് കൊടുക്കാറുണ്ട്. അത് എക്സ്പാർട്ടെയാണ്. അതേപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ത്രെറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി സ്റ്റേഷനിൽ ചെന്ന് പറയുന്നു തനിക്ക് ഇന്ന ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകും, അല്ലെ? പോലീസ് പ്രൊട്ടക്ഷൻ നൽകും. അപ്പൊ അതിന് കുറെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ നൽകും. ഇതും എക്സ്പാർട്ടെയാണ്. അപ്പൊ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ, ഫാമിലീസിനൊക്കെ ത്രെറ്റ്, ചില ഫാമിലികൾക്കൊക്കെ ത്രെറ്റ് വരുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അവരെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള പ്ലേസസിലേക്കൊക്കെ മാറ്റാറൊക്കെ ഉണ്ട്. അപ്പൊ അതുമൊക്കെ ഈ എക്സ്പാർട്ടെ എക്സാമ്പിൾസ് ആണ്.
അപ്പൊ അതാണ് ഈ എക്സ് പാർട്ടെ എന്ന് പറയുന്ന സാധനം. അപ്പൊ എക്സ് പാർട്ടയുടെ ബേസിസിൽ ഡിസൈഡ് ചെയ്ത ഏതെങ്കിലും ഒരു തീരുമാനം, ആ ഒരു തീരുമാനം റദ്ദാക്കാനുള്ള അധികാരം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുണ്ട്. അതാണ് ജിയിൽ പറയുന്നത്. ഇനി എച്ചിലേക്ക് വരുന്ന സമയത്ത് സെറ്റിംഗ് എസൈഡ് എനി ഓർഡർ ഓഫ് ഡിസ്മിസൽ ഓഫ് എനി റെപ്രസെന്റേഷൻ ഫോർ ഡീഫോൾട്ട് ഓർ എനി ഓർഡർ പാസ്ഡ് ബൈ ഇറ്റ് എക്സ് പാർട്ടെ, എനി അതർ മാറ്റർ വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെയിം. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത സെക്ഷൻ 23ലേക്ക് വരാം. സെക്ഷൻ 23, റൈറ്റ് ഓഫ് ആൻ ആപ്ലിക്കന്റ് ടു ടേക്ക് അസിസ്റ്റൻസ് ഓഫ് ലീഗൽ പ്രാക്ടീഷണർ ആൻഡ് ഓഫ് ഗവൺമെന്റ് എക്സെട്ര ടു അപ്പോയിന്റ് പ്രസന്റിംഗ് ഓഫീസേഴ്സ് ആൻഡ് ഓഫ് ഗവൺമെന്റ് എക്സെട്ര ടു അപ്പോയിന്റ് പ്രസന്റിംഗ് ഓഫീസേഴ്സ്. വേറൊന്നുമല്ല, നമ്മുടെ ഇതൊരു കോടതി പോലെ വർക്ക് ചെയ്യുന്നതല്ലേ, ഒരു ലോയറിന്റെ സഹായം എടുക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ലോയറിന്റെ സഹായം എടുക്കാം. അതേപോലെ തന്നെ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ വേണ്ടി പ്രസന്റിംഗ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. ഈ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. A person making an application to a tribunal under this act may either appear in person. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് തന്നെ വാദിക്കാം. ട്രൈബ്യൂണലാണ്, ഈസി ആയിട്ട് വാദിക്കാം. ഈ പ്രൊസീജിയേഴ്സ് ഭയങ്കര ഈ ഹൈക്കോർട്ട് അല്ലെങ്കിൽ മുകളിലുള്ള മേൽക്കോടതികളിലുള്ള രീതിയിലുള്ള പാട് പിടിച്ച പ്രൊസീജിയേഴ്സ് അല്ല. ആക്ട് മേ either appear in person or take the assistance of a legal practitioner. ഒരു ലോയറിന്റെ സഹായം എടുക്കാം. or his choice to present the case before the tribunal. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി, കോർപ്പറേഷനോ കമ്പനിയോ എന്തോ ആയിക്കോട്ടെ, to which the provisions of subsection 3 of section 14 or subsection 3 of section 15 apply. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ may authorize one or more legal practitioners or any of its officers. ഈ പറയുന്ന സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സർക്കാരിനെതിരെയാണ്, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു PSCക്കെതിരെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു കേസ് വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ലോയറിന്റെ സഹായം ആ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് എടുക്കാം. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രസന്റിംഗ് ഓഫീസറിനെ പ്രസന്റിംഗ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യാം. അപ്പോയിന്റിംഗ് വേണ്ട, അലോക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഒരു വ്യക്തിയായിരിക്കും ട്രിബ്യൂണലിന് മുൻപാകെ ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗം അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം പറയുന്നത്. ആ ഒരു കാര്യമാണ് പ്രസന്റ് ചെയ്യുന്ന ഓഫീസർ. ഇത്രേ ഉള്ളൂ. ഇനി സെക്ഷൻ 24ലേക്ക് വരുന്ന സമയത്ത് കണ്ടീഷൻസ് ആസ് ടു മേക്കിംഗ് ഓഫ് ഇന്ററിം ഓർഡേഴ്സ്. ഇതില് കുറച്ച് പ്രത്യേകതയുണ്ട്. ഇന്ററിം ഓർഡേഴ്സ്, അതായത് ഇടക്കാല ഉത്തരവ് എന്ന് പറയും. ഇടക്കാല ഉത്തരവ് ഈ ഫൈനൽ ജഡ്ജ്മെന്റിന് വരാൻ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇടക്കാല ഉത്തരവുകൾ പാസ് ചെയ്യാറുണ്ട് കോടതി. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇപ്പം നമ്മുടെ ഇപ്പോൾ ചില പെർട്ടിക്കുലർ ഇപ്പോൾ റേപ്പ് വിക്ടിംസ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ നമ്മുടെ പല ആക്ടിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ അവരുടെ മാസം തോറുമുള്ള ചെലവുകൾ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഇത്ര തുക മാസം തോറും നൽകാൻ വേണ്ടി പ്രതിഭാഗത്തിനോടൊക്കെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട് ഫൈനൽ ജഡ്ജ്മെന്റിന് മുന്നേ. അല്ലെങ്കിൽ ഇതേപോലെ ലൈഫിന് എന്തെങ്കിലും ത്രെറ്റ് വരുന്ന സാഹചര്യത്തിലൊക്കെ ഇടക്കാല ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള, ഇന്ററിം ഓർഡർ പുറപ്പെടുവിക്കാനുള്ള അധികാരമല്ല. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റെയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സെക്ഷൻ 24ലാണ് അത് പറയുന്നത്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഇൻ എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, നോ ഇന്ററിം ഓർഡർ വെദർ ബൈ വേ ഓഫ് ഇൻജങ്ഷൻ ഓർ സ്റ്റേ. എങ്ങനെയാണെങ്കിലും ഇൻജങ്ഷനോ സ്റ്റേയോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ഇടക്കാല ഉത്തരവുകളാണ്, ഇൻജക്ഷൻ സ്റ്റേ ഇതൊക്കെ. അപ്പം അങ്ങനെ ഒരു തരത്തിലുള്ള ഇന്ററിം ഓർഡറും പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. ഷാൽ ബി മെയ്ഡ് ഓൺ ഓർ ഇൻ എനി പ്രൊസീഡിങ്സ് റിലേറ്റഡ് ടു ആപ്ലിക്കേഷൻ അൺലെസ്. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, 2 എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു ഇടക്കാല ഇതിന്റെ കോപ്പിയും കാര്യങ്ങളും 2 പാർട്ടികൾക്കും നൽകണം. അത് നമുക്ക് നോക്കാം. Copies of such application and of all documents in support of the plea for such interim order are furnished to the party against whom such application is made or proposed to be made. അപ്പം അങ്ങനെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്താണ് എങ്കിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട് എങ്കിൽ അപ്പം ആർക്കാണോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന, ഏത് വ്യക്തിക്കാണോ പ്രതിഭാഗത്തിൽ വരുന്ന ഏതൊരു വ്യക്തിക്കാണോ ആ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്, ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ആപ്ലിക്കേഷനും ഇതിൻ്റെ റെലിവൻറ്റ് ഡോക്യുമെൻസിൻ്റെ എല്ലാം ഒരു കോപ്പി ആ ഒരു വ്യക്തിക്ക് നൽകണം. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് ആ ഒരു വ്യക്തിക്ക്, പ്രതിഭാഗത്തിന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഈസ് ഗിവൺ ടു സച്ച് പാർട്ടി ടു ബി ഹിയർഡ്. ആ ഒരു ഭാഗവും കൂടെ കേട്ടിട്ട് വേണം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ.
ഇനി സെക്ഷൻ 25 നമുക്ക് നോക്കാം. പവർ ഓഫ് ചെയർമാൻ ടു ട്രാൻസ്ഫർ കേസസ് ഫ്രം വൺ ബെഞ്ച് ടു അനദർ. ഇത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് പാർട്ട് പഠിച്ച സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു ചെയർമാന് കേസുകൾ ഒരു ബെഞ്ചിൽ നിന്ന് വേറൊരു ബെഞ്ചിലേക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എനി ഓഫ് ദ പാർട്ടീസ് ആൻഡ് ആഫ്റ്റർ ദ നോട്ടീസ് ടു പാർട്ടീസ് and after hearing such of them as he may desire to be heard or on his own motion without such notice, the chairman may transfer any case pending before one bench for disposal to any other bench. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നു. സെർഷ്യോററി എന്ന് പറയുന്ന സാധനം, സെർഷ്യോററി നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ മാൻഡമസും ഹേബിയസ് കോർപ്പസ് ഒക്കെ അതിൻ്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് സെർഷ്യോററി. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ താഴ്ത്തട്ടിലുള്ള കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് കേസ് കൈമാറുന്നതിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. താഴെയുള്ള കോടതി അധികാര പരിധി കവിഞ്ഞു അല്ലെങ്കിൽ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യം എടുത്തു എന്നൊക്കെ എന്നുള്ള കാരണത്താൽ മേൽക്കോടതിയിലേക്ക് കേസ് മാറ്റണയാണ് സെർഷ്യോററി. അപ്പം ഇവിടെ മേൽക്കോടതിയും അങ്ങനെയൊന്നുമല്ല, പകരം ഒരു ബെഞ്ചിൽ നിന്ന് വേറൊരു ബെഞ്ചിലേക്ക്, ട്രൈബ്യൂണലിന്റെ ഒരു ബെഞ്ചിൽ നിന്ന് വേറൊരു ബെഞ്ചിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ഈ ഒരു കേസ് വേറൊരു ബെഞ്ചിലേക്ക് കൈമാറാൻ വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് നൽകുന്നു. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് നൽകുന്നു. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പഴയ ബെഞ്ച് ഈ രണ്ട് പാർട്ടികൾക്കും ഇതിൻ്റെ ഒരു നോട്ടീസ് നൽകും. എന്നിട്ട് രണ്ട് പാർട്ടികളുടെ ഭാഗം കേൾക്കും. അതിനുശേഷം ചെയർമാന് ഈ ഒരു കേസ് ഒരു ബെഞ്ചിൽ നിന്ന് വേറൊരു ബെഞ്ചിലേക്ക് മാറ്റാവുന്നതാണ്. ചുമ്മാ മാറ്റത്തില്ല. ഈ പറയുന്ന ഒന്നെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ആയിരിക്കണം, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്തിൽ നിന്നെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് ഇപ്പോൾ രണ്ട് പാർട്ടികൾക്കും നോട്ടീസ് സെർവ് ചെയ്യും. എന്നിട്ട് അവരുടെ ഭാഗം കേൾക്കും. അതിനുശേഷം ഓർ ഓൺ ഹിസ് ഓൺ മോഷൻ വിതൗട്ട് സച്ച് നോട്ടീസ് ദി ചെയർമാൻ ഈ പറയുന്ന ഒരു ബെഞ്ചിൽ നിന്ന് വേറൊരു ബെഞ്ചിലേക്ക് കേസ് മാറ്റാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷൻ 26 ഡിസിഷൻ ടു ബി ബൈ മെജോറിറ്റി. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സെക്ഷൻ 26 ഡിസിഷൻ ടു ബി ബൈ മെജോറിറ്റി. ഇത് നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. ചില സാധനങ്ങളൊക്കെ ഇച്ചിരി മനസ്സിലാക്കാനൊക്കെ അവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ 26 വരുന്ന സമയത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏതൊരു തീരുമാനം മറ്റേത് കോർപ്പറേഷനും കമ്മിറ്റിയും എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന അല്ലെങ്കിൽ കോടതിയിലൊക്കെ ഉള്ള ഈ പൊതുവേ ഉള്ള കാര്യം തന്നെ, ഇപ്പം ഏതൊരു തീരുമാനമാണെങ്കിലും മെജോറിറ്റിയുടെ തീരുമാനമായിരിക്കും അല്ലേ. ഏതൊരു കമ്മീഷൻ ആണെങ്കിലും ആ കമ്മീഷന്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് മെജോറിറ്റിയുടെ തീരുമാനമായിരിക്കും. നമ്മുടെ ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ട്രൈബ്യൂണൽ ഒരു കേസ് തീർപ്പാക്കുന്ന സമയത്ത് ആ ഒരു തീർപ്പാക്കുന്ന മെമ്പേഴ്സിൽ അല്ലെങ്കിൽ ആ പറയുന്ന ആ ഒരു മെമ്പേഴ്സിൽ മെജോറിറ്റിയുടെ തീരുമാനമായിരിക്കും ഫൈനൽ. പക്ഷേ ഈക്വൽ ആയിട്ട്, അതായത് ഇപ്പോൾ 4 പേരുള്ള ബെഞ്ച് അല്ലെങ്കിൽ 4 പേരുള്ള ബെഞ്ചാണെങ്കിൽ 2 പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, 2 പേര് ഒപ്പോസും ചെയ്യുന്നുണ്ട്. ഒരേപോലെ തന്നെ ഇപ്പോൾ ടോട്ടൽ മെമ്പർഷിപ്പിൽ ചിലപ്പോൾ മെജോറിറ്റി ഉണ്ടാവാം, പക്ഷേ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ ഒപ്പോസ് ചെയ്യുകയും ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏത് കാര്യത്തിൻ്റെ മുകളിലാണ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കുമല്ലോ ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പം അത് ഏത് കാര്യമാണ്, ഏത് പെർട്ടിക്കുലർ പോയിന്റിലാണ് ഈ പറയുന്ന കുറേ നമ്പർ ഓഫ് ആൾക്കാർ ഒപ്പോസ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചെയർമാനെ അറിയിക്കും. ഈ പറയുന്ന നമ്മുടെ ട്രൈബ്യൂണലിന്റെ ചെയർമാനെ അറിയിക്കും. ഒന്നെങ്കിൽ ചെയർമാൻ സ്വമേധയായി അല്ലെങ്കിൽ ചെയർമാൻ വേറെ ഏതെങ്കിലും ഒരു മെമ്പറിനെ അപ്പോയിന്റ് ചെയ്യും. മെമ്പറിനെയും കൂടെ ആ ഒരു ബെഞ്ചിലേക്ക് അപ്പോയിന്റ് ചെയ്യും. പിന്നീട് അതിനുശേഷം ആ ഒരു മെമ്പറും കൂടെ ഒന്നോ അതിലധികമോ മെമ്പറിനെ ആ ഒരു ബെഞ്ചിലേക്ക് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ മെമ്പർ അല്ലെങ്കിൽ ആ മെമ്പേഴ്സും കൂടെ വന്നിരുന്നതിന് ശേഷം പിന്നീടുള്ള ഒരു ടോട്ടൽ മെജോറിറ്റിയുടെ, അതായത് നേരത്തെ ആ കേസ് കേട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ള മെമ്പേഴ്സ് ഉണ്ട്, അതേപോലെ പുതുതായി വന്ന മെമ്പേഴ്സും, ഇവരെല്ലാവരും കൂടെ ആ ഒരു കേസ് കേട്ടതിന് ശേഷം പിന്നീടുള്ള ഒരു മെജോറിറ്റിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഫൈനൽ വേർഡിക്റ്റ് വരുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ അതേപോലെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരിക്കൽ ഇതൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ അതൊന്നുകൂടെ പറയാം.
If the members of a bench differ in opinion on any point, the point shall be decided according to the opinion of majority. ഇതുവരെ ഓക്കെ. ഫസ്റ്റ് ഭാഗമാണ് ഇതിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ പറയുന്ന ഒരു തമ്മിൽ ഒരു വേർതിരിവ് വരുവാണെങ്കിൽ, ഈ ഫൈനൽ ഒപ്പീനിയനിൽ എന്തെങ്കിലും ഒരു വേർതിരിവ് വരുന്ന സാഹചര്യത്തിൽ മെജോറിറ്റിയുടെ തീരുമാനമായിരിക്കും ഫൈനൽ. പക്ഷേ ഇഫ് ദർ ഈസ് എ മെജോറിറ്റി, പക്ഷേ മെമ്പേഴ്സ് ഈക്വലി ഡിവൈഡഡ് ആണ് എങ്കിൽ, അതായത് ഒരേ നമ്പർ ഓഫ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, ഒരേ നമ്പർ ഓഫ് ആൾക്കാർ ഒപ്പോസ് ചെയ്യുകയും വരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തിലാണോ ഇവരുടെ തർക്കം, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഏതാണോ ഇവർ തർക്കം, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ചെയർമാന്റെ റെഫറൻസിൽ കൊണ്ടുവരണം. ഒന്നെങ്കിൽ ചെയർമാൻ സ്വമേധയായി, അല്ലെങ്കിൽ അദ്ദേഹം and make a reference to the chairman, who shall either hear the point or points himself or refer the case for hearing on such points or points by one or more of other members. അപ്പോൾ ഈ ഒരു പോയിന്റ് കേൾക്കാൻ വേണ്ടി ഒന്നോ അതിലധികമോ മെമ്പേഴ്സ്, ട്രൈബ്യൂണലിന്റെ ഒന്നോ അതിലധികമോ മെമ്പേഴ്സിനെയും കൂടെ അലോക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നേരത്തെ ഈ ബെഞ്ചിലുണ്ടായിരുന്ന മെമ്പേഴ്സും ഈ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത മെമ്പേഴ്സും കൂടെ ഈ ഒരു പോയിന്റിന്റെ ഫൈനൽ തീരുമാനമെടുക്കും. അപ്പോൾ ഉള്ള മെജോറിറ്റിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഫൈനൽ വേർഡിക്റ്റ് വരുന്നത്. അപ്പൊ ഇതാണ് കാര്യം. ഇനി സെക്ഷൻ 27, എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ഓഫ് എ ട്രിബ്യൂണൽ. എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ഓഫ് എ ട്രിബ്യൂണൽ. Subject to the other provisions of this Act and rules, the order of a tribunal finally disposing of an application or an appeal shall be final and shall not be called in question in any court. അപ്പോൾ ഇത് ഭയങ്കര കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ തുടക്കത്തിൽ ഒരു ചന്ദ്രകുമാർ കേസിനെ പറ്റി പറഞ്ഞായിരുന്നു. ആ ഒരു ചന്ദ്രകുമാർ കേസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെക്ഷനാണിത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇതാണ്: അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഒരു ഉത്തരവ് ഫൈനൽ ആയിരിക്കും. ഈവൻ ഹൈക്കോടതിയിൽ പോലും അപ്പീൽ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അത് വല്ലാത്തൊരു പ്രശ്നമല്ലേ, അല്ലെ? അത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരത്തിനെ തന്നെ കേർട്ടെയിൽ ചെയ്യുന്ന 226 കേർട്ടെയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലെ? അപ്പൊ ആ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ആക്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഹൈക്കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്ലൂഡിങ് ആ ഹൈക്കോർട്ട്. അതായത് സുപ്രീം കോടതിക്ക് മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓർ ആൻ അപ്പീൽ ഷാൽ ബി ഫൈനൽ ആൻഡ് ഷാൽ നോട്ട് ബി, ഒരു ഈ പറയുന്ന ഫൈനൽ ഓർഡർ അല്ലെങ്കിൽ അപ്പീൽ ഫൈനൽ ഓർഡർ അല്ലെങ്കിൽ അപ്പീൽ ഫൈനൽ ആണ്, ഷാൽ നോട്ട് ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ഇൻ എനി കോർട്ട് ഇൻക്ലൂഡിങ് ആ ഹൈക്കോർട്ട്. അപ്പോൾ ഇതിനെ പിന്നീട് എതിർത്ത ഒരു കേസാണ് നമ്മുടെ ചന്ദ്രകുമാർ കേസ് എന്ന് പറയുന്ന വരുന്ന സ്ലൈഡിൽ അതുകൊണ്ട് നമുക്കപ്പോൾ നോക്കാം. ഇനി അടുത്ത അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നു. ചാപ്റ്റർ 5, മിസ്ലീനിയസ്. സെക്ഷൻ 28, എക്സ്ക്ലൂഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് എക്സെപ്റ്റ് ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 136 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സെയിം കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആ ഒരു സെയിം കാര്യം തന്നെയാണ്. ഈ പറയുന്ന ഓർഡർ സുപ്രീം കോടതിക്ക് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. On and from the date from which any jurisdiction, powers and authority becomes exercisable under this Act by a tribunal in relation to recruitment and matters concerning recruitment to any service or post or service matters concerning members of any service or persons appointed. വേറൊന്നുമല്ല, ഈ ട്രൈബ്യൂണൽസിന്റെ ആക്ടിന്റെ ബേസിസിൽ ട്രൈബ്യൂണൽസിന് ഈ അധികാരങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായ ആ ഒരു നിമിഷം മുതൽ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിന് അതിൻ്റെ അധികാരം ലഭിച്ച ആ ഒരു നിമിഷം മുതൽ ഒരു കോടതിക്കും എക്സെപ്റ്റ് സുപ്രീം കോർട്ട്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, അതേപോലെ തന്നെ ലേബർ കോർട്ട് ഓർ എനി അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് under the Industrial Disputes Act 1947 or any other corresponding law for the time being in force shall have or be entitled to exercise any jurisdiction, powers or authority in relation to such recruitment. അതായത് വേറൊന്നുമല്ല, ഈ പറയുന്ന ഒരു സാഹചര്യത്തിന് ശേഷം, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിന് റിക്രൂട്ട്മെന്റ് അതേപോലെ തന്നെ സർവീസ് ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മുകളിൽ തീർപ്പാക്കാൻ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു പവേഴ്സ് ലഭിച്ചതിന് ശേഷം ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന കോടതികൾ അല്ലാത്ത മറ്റ് ഒരു സ്ഥാപനങ്ങൾക്കും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധികാര പരിധിക്കകത്ത് കൈകടത്താൻ പറ്റത്തില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അതേ നമ്മുടെ ചന്ദ്രകുമാർ കേസിലേക്ക് വരാം. ചന്ദ്രകുമാർ കേസിന്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1997
നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. The Supreme Court held that appeals challenges against the order of Central Administrative Tribunal can be filed before the High Court. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഇതായിരുന്നു, നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവുകൾ അല്ലെങ്കിൽ അപ്പീലുകൾ എവിടെ ചലഞ്ച് ചെയ്യാം? ഹൈക്കോടതിയുടെ മുൻപാകെ ചലഞ്ച് ചെയ്യാം. അത് ചലഞ്ച് ചെയ്യാൻ പറ്റൂലെന്നായിരുന്നു നമ്മുടെ ആ ഒരു സെക്ഷൻ. ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ, അതായത് ആർട്ടിക്കിൾ 226 അല്ലെങ്കിൽ 227 ജുഡീഷ്യൽ റിവ്യൂ ഹൈക്കോർട്ടിന്റെ ആണ്. ഹൈക്കോർട്ടിന്റെ ജുഡീഷ്യൽ റിവ്യൂ കനോട്ട് ബി എക്സ്ക്ലൂഡഡ്. അപ്പീൽ ടു ദ സുപ്രീം കോർട്ട് ലൈസ് അണ്ടർ ആർട്ടിക്കിൾ 136. ചന്ദ്രകുമാർ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രകുമാർ കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, 1997. ചന്ദ്രകുമാർ കേസൊക്കെ പണ്ട് കാലങ്ങളിൽ വലുതായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു 2020-21 ശേഷം ഈ പ്രിലിംസ് മെയിൻസ് പാറ്റേൺ ചേഞ്ചിനൊക്കെ ശേഷമാണ് ഈ ചന്ദ്രകുമാർ കേസൊക്കെ ചോദിച്ചു തുടങ്ങിയത്. പണ്ട് കാലങ്ങളിൽ ഈ കേശവാനന്ദ ഭാരതി കേസും മിനർവ മിൽസും ഇങ്ങനെയുള്ള കേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കാലക്രമേണ പുതിയ പുതിയ കേസുകളൊക്കെ ചോദിച്ചു തുടങ്ങി. ചന്ദ്രകുമാർ കേസൊക്കെ ഈ കുറച്ച് നാളത്തെ പരീക്ഷ, ഈ ഒരു 4-5 വർഷത്തെ പരീക്ഷകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് PSCയിൽ. സെക്ഷൻ 29 ട്രാൻസ്ഫർ ഓഫ് പെൻഡിങ് കേസസ്. ട്രാൻസ്ഫർ ഓഫ് പെൻഡിങ് കേസസ്. അപ്പോൾ every suit or other proceeding pending before any court or authority immediately before the date of establishment of tribunal under this act. വേറൊന്നുമല്ല, ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ ഈ ഒരു ആക്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985, ഈ ഒരു ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ കാര്യങ്ങൾ, അതായത് റിക്രൂട്ട്മെന്റ്, സർവീസ് ഡിസ്പ്യൂട്ട്സ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വേറെ ഏതെങ്കിലുമൊക്കെ കോടതിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ഒരു കോടതിയിലൊക്കെ മറ്റ് ഏതെങ്കിലുമൊക്കെ കോടതിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു സംഭവമാണ്. ഈ ഒരു പെൻഡിങ് ആയിട്ടുള്ള കേസുകളെല്ലാം ട്രൈബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം. അതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ട്രൈബ്യൂണൽ അണ്ടർ ദിസ് ആക്ട് ബീങ് എ സ്യൂട്ട് ഓഫ് പ്രൊസീഡിംഗ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ whereon it is based is such that it would have been if it had arisen after such establishment within the jurisdiction of such tribunal shall stand, ഇത്രയേ ഉള്ളൂ, shall stand transferred on that date to such tribunal. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രിബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് മുൻപേ ഇതേ കാര്യം, ഈ ട്രിബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കോടതിയിൽ കേസായിട്ട് കിടപ്പുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സ്യൂട്ടായിട്ട് കിടപ്പുണ്ട് എങ്കിൽ, ഈ കാര്യങ്ങൾ, ഈ കേസുകൾ അല്ലെങ്കിൽ ഈ പെൻഡിങ് സ്യൂട്ടുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദ സബ്സെക്ഷൻ ഷാൽ, ഇത് ഒരു കാര്യം കൂടെ, nothing in the subsection shall apply to any appeal pending as aforesaid before a high court. ഇത് മാത്രമേ ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. ഇനി every suit or other proceeding pending before a court or other authority immediately before the date with effect from which jurisdiction is conferred on a tribunal in relation to any local or other authority or corporation or society being a suit or proceeding, the cause of action where it is whereon it is based is such that it would have been if it had arisen after the said date within the jurisdiction of such tribunal shall stand transferred to the date as. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ പറയുന്ന അധികാരം കിട്ടുന്നതിന് മുൻപേ ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസുണ്ട്. ആ ഒരു കേസ് എന്തുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, സർക്കാരിന്റെ കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അങ്ങനെ ഒരു കേസ് ട്രൈബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞ അതേ എക്സംഷൻ വീണ്ടും വരുന്നുണ്ട്. നത്തിങ് ഇൻ ദ സബ്സെക്ഷൻ ഷാൽ അപ്ലൈ ടു എനി അപ്പീൽ പെൻഡിങ് ആസ് അഫോർസൈഡ് ബിഫോർ എ ഹൈക്കോർട്ട്. സെയിം കാര്യം വീണ്ടും വരുന്നുണ്ട്. ഇനി എവറി കേസ് പെൻഡിങ് ബിഫോർ എ ട്രൈബ്യൂണൽ ഇമീഡിയറ്റ്ലി ബിഫോർ ദ നമ്മുടെ ഈ ഒരു ആക്ട്, അതായത് 1987 രണ്ടാമത്തെ അമെൻമെന്റിന്റെ കാര്യമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. Every case pending before a tribunal immediately before the commencement of the Administrative Tribunals Amendment Act 1987 being a case, the cause of action whereon it is based is such that it would have been, പറഞ്ഞല്ല നമ്മുടെ 1987 ഭേദഗതിക്ക് മുൻപേ ഇതേ കാര്യം, ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും കോടതികളിലോ മറ്റേതെങ്കിലും ട്രൈബ്യൂണലിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കോടതികളുടെ കാര്യം ഇവിടെ എടുത്ത് പറയുന്നില്ല, അത് നമ്മൾ ഓൾറെഡി രണ്ട് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നേരത്തെ സ്ലൈഡിലും അതിന് മുന്നത്തെ സ്ലൈഡിലും ആയിട്ട് പറഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ 87 ഭേദഗതിക്ക് മുൻപേ ട്രൈബ്യൂണലിൽ പെൻഡിങ് ആയിട്ട് വരുന്ന കേസുകൾ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ
അത് ഈ 87 ഭേദഗതിക്ക് ശേഷം വന്നു എന്നുള്ള രീതിയിൽ മാറ്റി, ഡേറ്റ് അല്ല രീതിയിൽ മാറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് വരുന്നതാണ്. ആ പെൻഡിങ് ട്രാൻസ്ഫർ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വരുന്നതാണ്. ഇനി അടുത്തത് സെക്ഷൻ 29A, പ്രൊവിഷൻ ഫോർ ഫയലിംഗ് ഓഫ് സർട്ടൺ അപ്പീൽസ്. പ്രൊവിഷൻ ഫോർ ഫയലിംഗ് ഓഫ് സർട്ടൺ അപ്പീൽസ്. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മുടെ അപ്പീൽസ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കുറച്ച് വരുന്നുണ്ട്. വേർ എനി ഡിഗ്രി ഓർ ഓർഡർ ഹാസ് ബീൻ മെയ്ഡ് ഓർ പാസ് ബൈ എനി കോർട്ട്. ഏതെങ്കിലും ഒരു കോടതി, നമ്മുടെ ഹൈക്കോടതി ഒഴികെയുള്ള ഏതെങ്കിലും ഒരു കോടതി ഇതുമായി ബന്ധപ്പെടുന്ന, അതായത് നമ്മുടെ ഈ ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ, റിക്രൂട്ട്മെന്റ് അതേപോലെ തന്നെ സർവീസ് ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള ഏതെങ്കിലും ഒരു കോടതി ഒരു ഫൈനൽ വേർഡിക്റ്റ്, ഡിഗ്രി മീൻസ് വേർഡിക്റ്റ് അല്ലെങ്കിൽ ഓർഡർ, അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട് എങ്കിൽ ഇൻ എനി സ്യൂട്ട് ഓർ പ്രൊസീഡിംഗ് ബിഫോർ ദ നമ്മുടെ ഈ ട്രൈബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് മുൻപേ being a suit or proceeding, the cause of action whereon it is based is such that it would have been, if it had arisen after such establishment within the jurisdiction of such tribunal. അപ്പോൾ ഈ ഒരു ട്രൈബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷമാണ് എങ്കിൽ ഈ ട്രൈബ്യൂണലിന്റെ അകത്ത് വരേണ്ട ഒരു കേസോ കാര്യങ്ങളോ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് ഈ പറയുന്ന വേറെ ഏതോ ഒരു കോടതിയാണ് അതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് വന്നത്. അതേപോലെ തന്നെ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അപ്പീലും ഒരു സ്ഥലത്തും വന്നില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ദ ടൈം ഫോർ പ്രിഫറിംഗ് സച്ച് അപ്പീൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്തിൽ, അന്ന് നിലവിലുള്ള നിയമത്തിന്റെ ബേസിസിൽ അപ്പീല് നൽകാനുള്ള, ആ ഒരു വിധിക്കെതിരെ അപ്പീല് നൽകാനുള്ള കാലാവധി അവസാനിച്ചിട്ടില്ല എങ്കിൽ, എനി ടൈം ബീങ് ഇൻ ഫോഴ്സ് ഹാഡ് നോട്ട് എക്സ്പയർഡ് ബിഫോർ സച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് മുൻപേ, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ട്രൈബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് മുൻപേ ആ ഒരു അപ്പീല് നൽകാനുള്ള സമയം കഴിഞ്ഞില്ല, ഏതോ ഒരു കോടതിയുടെ ഒരു വിധി, അതിനെതിരെയുള്ള ഒരു അപ്പീല് നൽകാനുള്ള സമയം കഴിഞ്ഞില്ല എങ്കിൽ അങ്ങനെ ഒരു അപ്പീല് ഷൽ ലൈ ടു ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അങ്ങനെ ഒരു അപ്പീല് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് സ്വീകരിക്കാം within 90 days from the date on which Administrative Tribunals Amendment Bill 1986 receives the assent of the President. ഒന്നെങ്കിൽ പ്രസിഡന്റ്, നമ്മുടെ രാഷ്ട്രപതി ഈ 1986 അമെൻമെന്റ് ബില്ലാണ്, 1985 അല്ല, 1986 അമെൻമെന്റ് ബില്ലിന് അസെന്റ് നൽകി 90 ദിവസത്തിനുള്ളിൽ, അല്ല എങ്കിൽ വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദ കോപ്പി ഓഫ് സച്ച് ഡിഗ്രി. അപ്പോൾ ആ ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഒരു ഫൈനൽ വേർഡിക്റ്റ് ലഭിച്ചതിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ ഏതാണോ ലാസ്റ്റ്, ഏതാണോ കൂടുതൽ ലേറ്റർ അതനുസരിച്ച്. ഓർ ടു എനി അതർ ട്രൈബ്യൂണൽ വിത്തിൻ 90 days ഫ്രം ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദ കോപ്പി ഓഫ് സച്ച് ഡിഗ്രി ഓർ ഓർഡർ വിച്ച് എവർ ഈസ് ലേറ്റർ. ഇപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ ഇങ്ങനെ. ഇനി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പകരം സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലോ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലോ ആണ് എങ്കിൽ അതേപോലെ തന്നെ ആ ഒരു ട്രൈബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടന്ന 90 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ ഓർഡർ വന്നതിന് ശേഷം, അതിന്റെ കോപ്പി ലഭിച്ചതിന് ശേഷമുള്ള ഒരു 90 ദിവസത്തിനുള്ളിൽ. ഇനി സെക്ഷൻ 30 വരുന്ന സമയത്ത് പ്രൊസീഡിങ്സ് ബിഫോർ എ ട്രൈബ്യൂണൽ ടു ബി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. ട്രൈബ്യൂണലിന് മുൻപേ ഉള്ള പ്രൊസീഡിങ്സ് എല്ലാം ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറയുന്ന സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്, അതേപോലെ കണ്ടംപ്റ്റ് കോർട്ടിനാണെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ. ഓൾ പ്രൊസീഡിങ്സ് ബിഫോർ എ ട്രൈബ്യൂണൽ ഷാൽ ബി ഡീം ടു ബി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. യാതൊരു തരത്തിലുള്ള സംശയങ്ങളും അതിൽ വരുന്നില്ല. ഇനി സെക്ഷൻ 31 വരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന മെമ്പേഴ്സും സ്റ്റാഫും എല്ലാവരും, മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചെയർമാൻ ഉൾപ്പെടെയാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയർമാനും മെമ്പേഴ്സും എല്ലാവരും മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും പൊതുസേവകരാണ്, പബ്ലിക് സർവൻ്റ് ആണ്. ദ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് എല്ലാവരും തന്നെ പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 13 ടു എ ട്രൈബ്യൂണൽ ഷാൽ ബി ഡീം ടു ബി പബ്ലിക് സർവൻസ്. ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. ഇനി സെക്ഷൻ 32 വരുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇപ്പൊ സദുദ്ദേശത്തോടെ ഈ ഒരു ട്രൈബ്യൂണലിന്റെ അകത്തുള്ള ചെയർമാനോ മെമ്പേഴ്സോ മറ്റ് സ്റ്റാഫോ ആരെങ്കിലും എംപ്ലോയീസോ ഓഫീസേഴ്സോ സദുദ്ദേശത്തോടെ എടുത്ത ഒരു തീരുമാനത്തിനെതിരെ അവർക്കെതിരെ നിയമ നടപടി, സിവിലോ ക്രിമിനൽ നിയമ നടപടികളോ സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇതും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പൊ ഏതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ജോയിന്റ് ആണെങ്കിലും എല്ലാം ഈ ഒരു കാര്യം വാലിഡ് ആണ്. നോ സ്യൂട്ട്, prosecution or other legal proceeding shall be lie against the central or state government or against the chairman. ആർക്കെതിരെയും ചെയർമാൻ ഓർ എനി അതർ മെമ്പർ ഓഫ് ഈ പറയുന്ന മെമ്പേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. കോമൺ ഇൻ വിച്ച് ഇസ് ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം, ഇത് കോമൺ ആയിട്ടുള്ളതാണ്, നമ്മൾ എല്ലാ ആക്ടിലും ഈ ഒരു സെക്ഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഇനി സെക്ഷൻ 33 ആക്ട് ടു ഹാവ് ഓവേർഡ് റൈഡിങ് എഫക്ട്. അപ്പോൾ ഇതും നമ്മൾ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പറയുന്ന കാര്യം ഇതാണ്, ഈ ഒരു നിയമം വന്നു എന്നുള്ള കാരണത്താൽ മറ്റ് നിയമങ്ങളൊന്നും ഇൻവാലിഡ് ആകുന്നില്ല. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഇതിന് സിമിലർ ആയിട്ടൊരു നിയമം വേറെ ഉണ്ട് എന്നുള്ള കാരണത്താൽ ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985 ഇൻവാലിഡ് ആകുന്നില്ല. ഈ ഒരു കാര്യമാണ്. എല്ലാം കോംപ്ലിമെന്ററി ആയിട്ടാണ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഇതേ പ്രൊവിഷൻസ് ഉള്ള മറ്റ് വേറൊരു ആക്ട് ഉണ്ട് എങ്കിൽ അതിലുള്ള കാര്യങ്ങളും ഇതിലുള്ള കാര്യങ്ങളും കോംപ്ലിമെന്ററി ആണ് എന്നാണ് പറയുന്നത്. ഇതിന് എക്സംഷൻസ് ഉണ്ട്. ചില ആക്ട് 1-2 ആക്ടുകളിൽ ഇതിന് എക്സംഷൻ വരുന്നുണ്ട്. പക്ഷെ അത് എക്സംഷൻ റെയർ ആയിട്ടേ വരുന്നുള്ളൂ. കൂടുതലും ഇതേ രീതിയിൽ തന്നെയാണ്. The provisions of this act shall have effect notwithstanding anything inconsistent therewith contained in any other law for the time being in force or in any instrument having effect by virtue of any law other than this act. Section 34 power to remove difficulties. അതും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985 ബേസിസിലുള്ള ഏതൊരു ഡിഫിക്കൽറ്റിയും റിമൂവ് ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് ആ ഒരു ഡിഫിക്കൽറ്റീസ് എല്ലാം റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകൾക്ക് മുൻപാകെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു റിപ്പോർട്ടും അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ സമർപ്പിക്കണം. If any difficulty arises in giving effect to the provisions of this act, the central government may, by order published in official gazette, make such provisions not inconsistent with the provisions of this act as appear to it to be necessary or expedient for removing the difficulty. Every order made under this section shall, as soon as may be after it is made, be laid before each house of parliament. ഇനി സെക്ഷൻ 35 വരുന്ന സമയത്ത് പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു മേക്ക് റൂൾസ്. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ ബേസിസിൽ ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില പ്രത്യേക റൂൾസിനെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. കുറച്ച് റൂൾസ് ആണ്. ദ കേസ് ഓർ കേസസ് വിച്ച് ഷാൽ ബി ഡിസൈഡഡ് ബൈ എ ബെഞ്ച് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ 2 members. 2 പേരിൽ കൂടുതൽ അടങ്ങുന്ന മെമ്പേഴ്സ് ഉള്ള ഒരു ബെഞ്ചിൽ ഏതൊക്കെ കേസസ്, എത്ര കേസസ്, ഏത് ടൈപ്പ് ഓഫ് കേസസ് നൽകണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ്. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സാഹചര്യത്തിലാണ് ചെയർമാന് പിന്നീട് തീരുമാനം വരുന്നത്. അതേപോലെ തന്നെ പ്രൊസീജിയർ അണ്ടർ വിച്ച് നമ്മുടെ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ആ പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ്. അതേപോലെ തന്നെ സാലറീസ്, നമ്മുടെ ചെയർമാന്റെയും മെമ്പേഴ്സിന്റെയും സാലറി നമ്മളത് ഓൾറെഡി പറഞ്ഞായിരുന്നു, സർക്കാരിനാണ് അതിനുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം ചെയർമാനും മെമ്പേഴ്സിനും മാത്രമല്ല, മറ്റ് സ്റ്റാഫ്, ഓഫീസേഴ്സ്, എംപ്ലോയീസ് എല്ലാവരും വരുന്നുണ്ട്. ദ ഫോം ഇൻ വിച്ച് ആപ്ലിക്കേഷൻ ഫോം, അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ഫോം, അതേപോലെ തന്നെ ഫീസ്, ഈ കാര്യങ്ങളെല്ലാം. ദ ഫോം ഇൻ വിച്ച് ആൻ ആപ്ലിക്കേഷൻ മേ ബി മെയ്ഡ് അണ്ടർ സെക്ഷൻ 19. The documents and other ഏതൊക്കെ ഡോക്യുമെന്റ്സ്, ഏതൊക്കെ എവിഡൻസ് ബൈ വിച്ച് സച്ച് ആപ്ലിക്കേഷൻ ഷാൽ ബി അക്കമ്പനീഡ്. അല്ലെ, ഏതൊരു കാര്യം നമ്മൾ പോവുകയാണെങ്കിലും, ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ അതിന് ഇന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ ഹാജരാക്കണം. അതേപോലെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് അതുമായി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കേണ്ട ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, ഏതൊക്കെ എവിഡൻസ് ആണ്, അതെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ്. സച്ച് ആപ്ലിക്കേഷൻ ഷാൽ ബി അക്കമ്പനീഡ് ആൻഡ് the fees payable in respect of the filing of such application. ഫീസ് 100 രൂപയിൽ കൂടുതലാകാൻ പാടില്ല. പക്ഷെ അതുമായി എത്രയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ്. The rules subject to which a tribunal shall have power to regulate its own procedure under subsection 1 of section 22 and additional matters. ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ മാറ്റേഴ്സ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിവിൽ കോർട്ടിന്റെ അധികാരങ്ങളുണ്ടല്ലോ, അപ്പൊ അതിലെ എല്ലാ അധികാരങ്ങളും ഒരു ബോർഡിനും ഒരു കമ്മീഷനും ഒരു ട്രൈബ്യൂണലിനും വരുന്നില്ല. അതിൽ ഏതൊക്കെ അധികാരങ്ങളാണ് ഈ പറയുന്ന ട്രൈബ്യൂണലിന് വരുന്നത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിനാണ്.
In any other matter which may be prescribed or in respect of which rules are required to be made. The power of appropriate government to make rules. Appropriate government notification, official gazette notification വഴി റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. ദ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പവേഴ്സ് വിച്ച് ദ ചെയർമാൻ ഓഫ് എ ട്രിബ്യൂണൽ മേ എക്സസൈസ്. ഇത് നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, ബെഞ്ചസിലുള്ള ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ചെയർമാനാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. Admin powers which the chairman of a tribunal may exercise over the benches of the tribunals. ഇനി അതേപോലെ തന്നെ സാലറി ആൻഡ് അലവൻസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഓഫീസേഴ്സ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. Any other matter not being a matter specified in section 35 in respect to which rules are required to be made by the appropriate government. ഇനി 36A വരാം. പവർ ടു മേക്ക് റൂൾസ് റെട്രോസ്പെക്റ്റീവ്ലി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന നിയമം വരുന്നതിന് മുൻപേ മുൻകാല പ്രാബല്യത്തോടെ തന്നെ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ ആക്ടിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ ദിവസത്തിന് മുൻപേ, അതിനും മുന്നേ ഒരു ദിവസം മുൻകാല പ്രാബല്യത്തോടെ പറ്റത്തില്ല. ആക്ട് വന്നത് പിന്നീടായിരിക്കുമല്ലോ, നിലവിൽ വന്നത് പിന്നീട് ഒരു ദിവസമായിരിക്കും. പക്ഷെ അതിന് തന്നെ മുൻകാല പ്രാബല്യത്തോടെ നമുക്ക് ഈ പറയുന്ന റൂൾസ് നിർമ്മിക്കാം. പക്ഷെ പ്രസിഡന്റ് അസെന്റ് നൽകിയ ദിവസത്തിന് മുൻപേ ആകരുത്. അപ്പം അങ്ങനെ ഒരു റെയർ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട്. 37 ലേയിങ് ഓഫ് റൂൾസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ ഏതൊരു റൂൾസ് നിർമ്മിച്ചാലും പാർലമെന്റിന്റെ ഇരു സഭകൾക്കും മുൻപാകെ ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും ഈ ഒരു കാര്യം സമർപ്പിച്ചിരിക്കണം. അത് ഒന്നോ അതിലധികമോ സെഷൻസ് ആയിരിക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പാർലമെന്റിന്റെ ഇരു സഭകളും ഈ പറയുന്ന റൂൾസ് അംഗീകരിക്കണം. അവർക്ക് അംഗീകരിച്ചില്ല എങ്കിൽ ആ ഒരു റൂൾസ് വാലിഡ് ആവത്തില്ല. പാർലമെന്റ് മോഡിഫൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ആ റൂൾസിന് മാറ്റം വരുത്തേണ്ടതായും വരും. എവരി റൂൾ അതേപോലെ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെ ഹാജരാക്കണം. സോ ഇനി നമുക്ക് ഈ പറയുന്ന സെക്ഷൻസ് എല്ലാം നമുക്ക് നോട്ടിച്ച് നോക്കാം. സോ ക്വിക്ക് റിവിഷൻ. ചാപ്റ്റർ 1 5 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററായ പ്രിലിമിനറി ആണ്. അല്ല, ഫസ്റ്റ് സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. അത് കോമൺ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ് ആ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, കുഴപ്പമില്ല. സെക്ഷൻ 2 ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൺ പേഴ്സൺ. ചില പെർട്ടിക്കുലർ ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഡിഫൻസ് സർവീസിലൊക്കെ ഉള്ള സിവിലിയൻസ് അല്ലാത്ത ആൾക്കാർക്ക് ഇത് ബാധകമല്ല. നമ്മുടെ ഈ ഒരു നിയമം ബാധകമല്ല. അല്ലെങ്കിൽ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ നിയമങ്ങൾക്ക് ബാധകമല്ല. അല്ലെങ്കിൽ അവരുടെ സർവീസ് ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് നമുക്ക് കൊണ്ടുചെല്ലാൻ സാധിക്കുകയില്ല. ഇനി ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ഡെഫിനേഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ, ജുഡീഷ്യൽ മെമ്പർ, ഇവരുടെ പറ്റിയൊക്കെ ഉള്ള ഡെഫിനേഷൻസ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഡെഫിനേഷൻസിൽ കൺഫ്യൂഷൻ വരുന്ന ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളായിരുന്നു, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആവുന്ന സമയത്ത് എന്താണ്, നമ്മുടെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. പക്ഷേ ജോയിൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കൺസേൺഡ് സ്റ്റേറ്റ്സ് അല്ല, പകരം സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ചാപ്റ്റർ 2 നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് ചെയർ ഓഫ്. ഇപ്പോൾ ഞാനാണെങ്കിലും ക്ലാസ്സിൽ ട്രിബ്യൂണൽ എന്നും ട്രൈബ്യൂണൽ എന്നും പറയും കേട്ടോ. ശരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ട്രൈബ്യൂണൽ എന്നാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. ഇനി 5 കോമ്പോസിഷൻ ഓഫ് ട്രൈബ്യൂണൽസ് ആൻഡ് ബെഞ്ചസ് thereof. Qualifications for appointment. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Qualifications for appointment as chairman, vice chairman and other members. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 6. നമ്മുടെ ചെയർമാൻ്റെ ക്വാളിഫിക്കേഷൻസ്. ആദ്യം പറഞ്ഞു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, ആയ വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഹി ഈസ് ഓർ ഹെൽഡ്, അങ്ങനെയാണ് നമ്മുടെ ആക്ടിൽ ഒറിജിനലി കിടക്കുന്നത്. അല്ല എങ്കിൽ മറ്റ് ക്വാളിഫിക്കേഷൻസ്, നമ്മളൊരു 2-3 ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. വൈസ് ചെയർമാൻ, അതേപോലെ തന്നെ വൈസ് ചെയർമാൻ 2 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ ചെയർമാൻ ആക്കാം. അത് ഈ പറയുന്ന അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതും എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇനി വൈസ് ചെയർമാൻ
to act as chairman or to discharge his functions in certain circumstances. അത് നമ്മൾ പറഞ്ഞു വേക്കൻസിയും അതേപോലെ തന്നെ ലീവ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി 8ലേക്ക് വരുന്ന സമയത്ത് ടേം ഓഫ് ഓഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ടേം ഓഫ് ഓഫീസിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. ഇപ്പോൾ ചെയർമാൻ ആണ് എങ്കിൽ 5 വർഷം 68 വയസ്സ് വരെ. മെമ്പേഴ്സ് ആണ് എങ്കിൽ 5 വർഷം 65 വയസ്സ് വരെ. ചെയർമാന് വീണ്ടും ഒരു ടെനർ കൂടെ കൊടുക്കത്തില്ല, അതായത് 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ടെനർ കൂടെ കൊടുക്കത്തില്ല. പക്ഷെ മെമ്പേഴ്സിനാണെങ്കിൽ വീണ്ടും ടെനർ കിട്ടും, 5 വർഷത്തേക്കുള്ള വീണ്ടും ടെനർ കിട്ടും. ഒരു കാരണവശാലും 65 വയസ്സ് കഴിയത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഏതാണോ ആദ്യം ആ ഒരു സമയത്ത് അവർ തൽസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്നതാണ്. ഇനി റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ. റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ആണ് സെക്ഷൻ 9. പല ആക്ടുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 9 ഏകദേശം റെസിഗ്നേഷൻ റിമൂവൽ ഒക്കെ തന്നെയാണ് വരുന്നത്. അല്ല, അങ്ങനെ ഓർത്തിരിക്കേണ്ട, ചിലതിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ എല്ലാത്തിലും അങ്ങനെയല്ല. അപ്പോൾ ഈ റെസിഗ്നേഷൻ ആൻഡ് റിമൂവലിനെ പറ്റി പറഞ്ഞ സമയത്ത് ഒരു കാര്യം കൂടെ പറയാം. അപ്പോയിന്റിംഗ് അതോറിറ്റി, നമ്മുടെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി, അതായത് ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പോൾ ഈ അപ്പോയിന്റിംഗ് അതോറിറ്റി തന്നെയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ റെസിഗ്നേഷനും സമർപ്പിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് റെസിഗ്നേഷൻ സമർപ്പിക്കേണ്ടതും നമ്മുടെ പ്രസിഡന്റിന് മുൻപാകെയാണ്. ഷുഡ് ബി അഡ്രസ് ടു ദി പ്രസിഡന്റ്. ആൻഡ് റിമൂവലിൻ്റെ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റിനാണ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നേ. ഇനി 10 സാലറീസ് ആൻഡ് അലവൻസ് ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. ഇപ്പോൾ സാലറിയും അലവൻസുകളും തീരുമാനിക്കുന്നത് സർക്കാരാണ് കേട്ടോ, സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇനി അടുത്ത 11ലേക്ക് വരുന്ന സമയത്ത് പ്രൊവിഷൻസ് ആസ് ടു ഹോൾഡിംഗ് ഓഫ് ഓഫീസസ് ബൈ ചെയർമാൻ എക്സെട്ര ഓൺ സീസിംഗ് ടു ബി സച്ച് ചെയർമാൻ എക്സെട്ര. അപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തി ചെയർമാൻ ആയി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും തുടരാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കീഴിലുള്ള മറ്റ് ജോലികളൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പറഞ്ഞായിരുന്നു. ചെയർമാൻ്റെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞായിരുന്നു. 12ലേക്ക് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓഫ് ചെയർമാൻ. ഇപ്പോൾ ചെയർമാൻ ആണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആൻഡ് ബെഞ്ചസിൻ്റെ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പവേഴ്സ് ഈ പറയുന്ന ഡിറ്റർമിൻ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള അധികാരം ചെയർമാനാണ്. ചെയർമാന് ആ അധികാരം നൽകുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. 13 സ്റ്റാഫ് ഓഫ് ദ ട്രൈബ്യൂണൽ. എത്ര സ്റ്റാഫ് വേണം, ഏതൊക്കെ കാറ്റഗറീസ് ആയിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ട്രൈബ്യൂണലുമായി ചർച്ച ചെയ്തതിന് ശേഷം ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. എത്ര സ്റ്റാഫ് വേണമെന്നും അവരുടെ തസ്തികകൾ എന്തൊക്കെയാണ്, കാര്യങ്ങളെല്ലാം. ഇനി ചാപ്റ്റർ 3ലേക്ക് വരാം. ചാപ്റ്റർ 3ലേക്ക് വരുന്ന സമയത്ത് ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ട്രിബ്യൂണൽസ്. ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ട്രിബ്യൂണൽ. അതിൽ 14 വരുന്ന സമയത്ത് നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ജൂറിസ്ഡിക്ഷനും പവേഴ്സും അതോറിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. തൊട്ടടുത്ത സെക്ഷനായ 15ലേക്ക് വരുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അതായത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ജൂറിസ്ഡിക്ഷനും പവേഴ്സും അതോറിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ഒക്കെ ചെയ്യുന്നത് ഏത് സെക്ഷൻ്റെ ബേസിസിലാണെന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പവേഴ്സ് ലഭിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഏത് സെക്ഷൻ്റെ ബേസിസിലാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണ് എങ്കിൽ, നല്ലൊരു ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ് എങ്കിൽ അതിൻ്റെ ഉത്തരം സെക്ഷൻ 15 ആണ്. ഇനി ഇതേ കാര്യം തന്നെ, ഇതേ ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആണ് സെക്ഷൻ 16ലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ഇനി അടുത്ത 17ലേക്ക് വരുന്ന സമയത്ത് പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒരു ഹൈക്കോർട്ടിൻ്റെ കണ്ടംപ്റ്റ് ടു കോർട്ട് പവേഴ്സ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുണ്ട്. അതായത് കോടതി അലക്ഷ്യത്തിനെതിരെ നടപടി എടുക്കാനുള്ള അധികാരം നമ്മുടെ കോടതികൾക്കുണ്ട്. അത് ഒരു ഹൈക്കോടതിക്കുള്ള അതേ അധികാരങ്ങൾ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുമുണ്ട്. അതുകൊണ്ട് അത് ഓർത്ത് വെച്ചേക്കുക.
ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റ് അധികാരങ്ങളല്ല, ഈ കണ്ടംപ്റ്റ് കോർട്ടാണ് അധികാരങ്ങൾ. ബാക്കി കൂടുതലും അധികാരങ്ങൾ സിവിൽ കോർട്ടിൻ്റെ അധികാരങ്ങളാണ്. ഇനി 18ലേക്ക് വരുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബിസിനസ് എമംഗ് ദ ബെഞ്ചസ്. അപ്പോൾ പല ബെഞ്ചസിന് ഏതൊക്കെ സെറ്റ് ഓഫ് കേസസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കേസസ് ആണ് വരേണ്ടത്, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അലോക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 4ലേക്ക് കിടക്കാം. സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്, പ്രൊസീജിയർ ആണ്. 19 ആപ്ലിക്കേഷൻ ടു ട്രിബ്യൂണൽസ്. ഏത് തരത്തിലായിരിക്കണം നമ്മൾ ട്രിബ്യൂണൽസിൻ്റെ മുൻപാകെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫോം ആൻഡ് ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോമിലും ഫോമാറ്റിലും തന്നെ ആയിരിക്കണം നമ്മുടെ കംപ്ലയിൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുൻപാകെ ഹാജരാക്കാൻ. അപ്പോൾ അത് ഈ പറയുന്ന ഏതൊരു കമ്മീഷൻ ആണെങ്കിലും കമ്മിറ്റി ആണെങ്കിലും ഒക്കെ അവരുടെ മുൻപിൽ ഈ ജനങ്ങൾ കൊണ്ടുചെല്ലുന്ന അപേക്ഷകളെല്ലാം ഒരു പെർട്ടിക്കുലർ ഫോമിലും ഫോമാറ്റിലൊക്കെ ആയിരിക്കണം. അത് സർക്കാർ തീരുമാനിക്കും. ആപ്ലിക്കേഷൻസ് നോട്ട് ടു ബി അഡ്മിറ്റഡ് അൺലെസ് അതർ റെമഡീസ് എക്സോസ്റ്റഡ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഒരു അപേക്ഷ ചെല്ലുന്ന സമയത്ത് ഈ അപേക്ഷകൻ അദ്ദേഹത്തിന് സ്വീകാര്യമാകുന്ന മറ്റെല്ലാ മാർഗങ്ങളും അദ്ദേഹം ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരു റെമഡി കിട്ടിയില്ല, എങ്കിൽ മാത്രമേ ആ ഒരു കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് വേറൊന്നുമല്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു കേസ് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു കേസിന് അതിന് ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം വേറെ ഏതെങ്കിലും ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റിക്ക് ഉണ്ട് എങ്കിൽ ആ ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ മുൻപാകെ ആ ഒരു കേസ് കൊണ്ടു ചെന്നാൽ മതി. അപ്പോൾ മറ്റെല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു, എന്നിട്ട് നടന്നില്ല, പറ്റിയില്ല, ആ ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് അധികാരമില്ല എങ്കിൽ മാത്രമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഈ കേസുകൾ വരേണ്ടത്. ഇനി അടുത്ത 21ലേക്ക് വരുന്ന സമയത്ത് ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് കേസസ് എടുക്കാൻ പറ്റൂല, ആർക്കൊക്കെ പറ്റൂല, അങ്ങനെയുള്ള കുറേയധികം ലിമിറ്റേഷൻസ് ആണ്. 22 പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് ട്രൈബ്യൂണൽസിൻ്റെ പ്രൊസീജിയറും പവേഴ്സും ആണ്. പ്രൊസീജിയറിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു അഡ്ജുഡിക്കേഷൻ നമ്മുടെ കോടതികളുടെ ഒരു പ്രൊസീജിയർ ഒന്നും ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇടയിൽ പറഞ്ഞു പോയ കാര്യമാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കോടതികളുടെ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ ഒന്നും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. 23 റൈറ്റ് ഓഫ് ആപ്ലിക്കൻറ്റ് ടു ടേക്ക് അസിസ്റ്റൻസ് ഓഫ് ലീഗൽ പ്രാക്ടീഷണർ ആൻഡ് ഓഫ് ഗവൺമെൻറ് എക്സെട്ര ടു അപ്പോയിൻറ്റ് പ്രസൻറ്റിംഗ് ഓഫീസേഴ്സ്. വേറൊന്നുമല്ല, നമുക്ക് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചെന്ന് വാദിക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ കുറവാണ് എങ്കിൽ നമുക്കൊരു വക്കീലിനെ വെക്കാനുള്ള ശേഷിയില്ല, അല്ല എങ്കിൽ നമുക്ക് തന്നെ നന്നായി നിയമം അറിയാം, നമുക്ക് വാദിക്കാനറിയാം. കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തന്നെ വളരെ കഷ്ടപ്പെട്ട് സബ്സെക്ഷൻസും ക്ലോസും സബ് ക്ലോസുകളും ഒക്കെ പഠിച്ച് നമ്മൾ തന്നെ മിടുക്കനായി എങ്കിൽ നമുക്കും ചെന്ന് വാദിക്കാൻ പറ്റും. അപ്പോൾ ഒരു ലീഗൽ പ്രാക്ടീഷണറിൻ്റെ സഹായം എടുക്കാം. അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 23. അതേപോലെ തന്നെ പ്രസൻറ്റിംഗ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ് പ്രസൻറ്റ് ചെയ്യാനുള്ള പ്രസൻറ്റിംഗ് ഓഫീസേഴ്സ്. ഇനി 24 കണ്ടീഷൻസ് ആസ് ടു മേക്കിംഗ് ഓഫ് ഇൻ്ററിം ഓർഡേഴ്സ്. ഇപ്പോൾ ഇടക്കാല ഉത്തരവ്, പൊതുവെ കോടതികൾ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇല്ല. ഒരു എക്സംഷൻ ആണ് കേട്ടോ, അത് റെയർ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പക്ഷെ അതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. പ്രൊവൈഡഡ് ഈ പറയുന്ന പാർട്ടീസിന് ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിക്കുകയാണ് എന്നുള്ള കാര്യം, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും അതിൻ്റെ ഡോക്യുമെൻസും എല്ലാം സഹിതം രണ്ട് പാർട്ടികൾക്കൊക്കെ കോപ്പി നൽകാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കുറച്ച് എക്സെപ്ഷൻസ് ആണ്. 25 പവർ ഓഫ് ചെയർമാൻ ടു ട്രാൻസ്ഫർ കേസസ് ഫ്രം വൺ ബെഞ്ച് ടു അനദർ. അപ്പോൾ നമ്മുടെ ഒരു ബെഞ്ചിലെ കേസ് വേറൊരു ബെഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നമ്മുടെ ചെയർമാൻ്റെ അധികാരമാണ്. ഇനി 26 ഡിസിഷൻ ടു ബി ബൈ മെജോറിറ്റി തീരുമാനം. ഇപ്പം നമ്മുടെ അത് റെയർ ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഞാൻ ക്ലാസ് എടുത്ത സമയത്തും അത് പറഞ്ഞായിരുന്നു. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കേസിൻ്റെ വിധി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു മെജോറിറ്റി ഏതെങ്കിലും ഒരു തീരുമാനത്തിന്, ഇപ്പം ആ ഒരു പെർട്ടിക്കുലർ കാര്യം കുറച്ച് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് പേര് ഒപ്പോസ് ചെയ്യുന്നു. പക്ഷേ ഈവൻ ഒരു മെജോറിറ്റി ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ വിചാരിക്കാം. മെജോറിറ്റി ഉണ്ടെങ്കിൽ മെജോറിറ്റി അതനുസരിച്ചായിരിക്കും തീരുമാനം. ഇനിയിപ്പം മെജോറിറ്റിക്ക് പകരം
ഈക്വൽ നമ്പർ ഓഫ് ആൾക്കാരായിട്ട്, ഇപ്പം 4 പേരുള്ള ഒരു ബെഞ്ചാണെങ്കിൽ 2 പേര് ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു, 2 പേർ ഒപ്പോസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഏത് കാര്യത്തിൻ്റെ മുകളിലാണ് ഈ ഒരു തർക്കം വരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ചെയർമാനെ അറിയിക്കണം. ഒന്നെങ്കിൽ അദ്ദേഹം സ്വയമായി തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒന്നോ അതിലധികമോ മെമ്പേഴ്സിനെ ഈ ഒരു കാര്യം നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അലൊക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പുതുതായി അലൊക്കേറ്റ് ചെയ്ത മെമ്പർമാരും പഴയ മെമ്പർമാരും ഒരുമിച്ചിരുന്ന് ആ ഒരു പ്രശ്നത്തിൻ്റെ വാദം കേൾക്കും. എന്നിട്ട് പിന്നീട് തീരുമാനിക്കും. അപ്പോൾ പിന്നീട് വരുന്ന ഒരു മെജോറിറ്റിയുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും പിന്നീട് കാര്യങ്ങൾ വരുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ അത്. 26 ഡിസിഷൻ ടു ബി ബൈ മെജോറിറ്റി. ഇനി 27 എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ഓഫ് എ ട്രൈബ്യൂണൽ. ഇനി ചാപ്റ്റർ 5 അഞ്ചാമത്തെ ചാപ്റ്ററായ മിസ്ലീനിയസ്. 28 എക്സ്ക്ലൂഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്ട്സ് എക്സെപ്റ്റ് ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 136 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇത് റെയർ ഇൻ ദ സെൻസ് ഇത് കുറേയധികം നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. നമ്മുടെ ചന്ദ്രകുമാർ കേസ് 1997 നമ്മൾ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പാറ്റേൺ ചേഞ്ചിനൊക്കെ ശേഷം ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കേസാണ്. പണ്ടൊക്കെ കേശവാനന്ദ ഭാരതി കേസും മിനർവ മിൽസ് കേസും ബെർബറിയൊക്കെ മാത്രമേ ചോദിക്കുകയുള്ളായിരുന്നുള്ളൂ. പിന്നീട് ചന്ദ്രകുമാർ കേസൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഈ ചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ടേക്ക ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിലുള്ള കാര്യം ഇതായിരുന്നു, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് സുപ്രീം കോർട്ട് ഒഴികെ മറ്റ് കോടതികൾക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം പോലും, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കർട്ടെയിൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്ന രീതിയിലുള്ള ഒരു സെക്ഷനാണിത്. കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി 29 ട്രാൻസ്ഫർ ഓഫ് പെൻഡിങ് കേസസ്. മറ്റ് കോടതികളിലേക്കൊക്കെ പെൻഡിങ് ആയിട്ടുള്ള കേസസ് ട്രൈബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. 29A വരുന്ന സമയത്ത് പ്രൊവിഷൻ ഫോർ ഫയലിംഗ് ഓഫ് സർട്ടൺ അപ്പീൽസ്. ഇനി ആദ്യത്തെ 30 വരുന്ന സമയത്ത് പ്രൊസീഡിങ്സ് ബിഫോർ എ ട്രൈബ്യൂണൽ ടു ബി ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. അറിയാം, ഡൗട്ടില്ല. ഇനി 31 മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓഫ് ട്രൈബ്യൂണൽ ടു ബി പബ്ലിക് സർവൻസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പറയുന്ന ഇവരെല്ലാവരും എന്താ, പൊതുസേവകർ തന്നെയല്ലേ. ഇനി 32 വരുന്ന സമയത്ത് സതുദ്ദേശത്തോട് ചെയ്ത ഒരു നടപടികൾക്കെതിരെയും ഒരു ഉദ്യോഗസ്ഥനെയും ഒരു സ്റ്റാഫിനെയും ഒരു ചെയർമാനെയും ഒരു മെമ്പറിനെയും പോലും യാതൊരു തരത്തിലുള്ള ക്രിമിനലോ സിവിലോ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ ബാധകമല്ല, അല്ലെങ്കിൽ വിധേയമാക്കാൻ പാടില്ല. ആ ഒരു കാര്യമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇതും കോമൺ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളിലും ഉള്ളത് കാര്യം തന്നെയാണ്. ആക്ട് ടു ഹാവ് ഓവർ റൈഡിങ് എഫക്ട്, അതായത് ഇതേ കാര്യം വേറെ ഏതെങ്കിലുമൊക്കെ നിയമങ്ങളിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാരണത്താൽ ഒരിക്കലും ആ നിയമമോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടോ ഇൻവാലിഡ് ആകുന്നില്ല. അതിലുള്ള പ്രൊവിഷൻസും ഈ പറയുന്ന ഒരേ സമയം വാലിഡ് ആണ്, അതേപോലെ തന്നെ ഇതും വാലിഡ് ആണ്. ദാറ്റ് മീൻസ് ഇത് രണ്ടും സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യും. ഈ രണ്ട് ആക്ടുകളും സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യും. പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. ഈ ഒരു നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഡിഫിക്കൽട്ടീസ് പരിഹരിക്കാൻ വേണ്ടിയുള്ള റൂൾസ് കൊണ്ടുവരാനുള്ള അധികാരം നമ്മുടെ കേന്ദ്ര സർക്കാരിനുണ്ട്. ത്രൂ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നൊക്കെ പറയും. പോട്ടെ, അപ്പോൾ അങ്ങനെയുള്ള അധികാരം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആയിരുന്നു. ഇനി 35 പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ബേസിസിൽ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഈ ഒരു ആക്ടിൻ്റെ ബേസിസിൽ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അതും സെയിം ആണ്. അതിനെ തന്നെയാണ് നമ്മുടെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഒക്കെ. പണ്ടൊന്നും ഇതൊന്നും ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ പോലുള്ള സാധനങ്ങളൊന്നും പഠിക്കേണ്ടായിരുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, ഇതൊക്കെ ഇപ്പോൾ അടുത്തിടെ വന്ന കുറേ ടോപ്പിക്സ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ആണ്. 36 പവർ ഓഫ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ടു മേക്ക് റൂൾസ്. അതേപോലെ തന്നെ 36A പവർ ടു മേക്ക് റൂൾസ് റെട്രോസ്പെക്റ്റീവ്ലി. മുൻകാല പ്രാബല്യത്തോടെ നിയമങ്ങൾ കൊണ്ടുവരാം. നിയമം എന്നല്ല, റൂൾസ്, റൂൾസ് കൊണ്ടുവരാം. മുൻകാല പ്രാബല്യത്തോടെ റൂൾസ് കൊണ്ടുവരാം. പ്രൊവൈഡഡ് അങ്ങനെ റൂൾസ് കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് അസെന്റ് നൽകുന്നതിന് മുന്നേ ഉള്ളൊരു ദിവസം ആയിരിക്കരുത്, അതിന് ശേഷമുള്ള ഒരു ദിവസമായിരിക്കണം. അതായത് ഇപ്പം നമ്മുടെ നിയമം നിലവിൽ വരുന്നത് വേറെ പിന്നീട് ഒരു ദിവസമായിരിക്കും. പക്ഷെ ആ ഒരു ദിവസത്തിന് മുന്നേ തന്നെ അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നമ്മുടെ നിയമം കൊണ്ടുവരാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് 37 ലേയിങ് ഓഫ് റൂൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985 ഉള്ളത്. നന്നായി പഠിക്കുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആക്ട് തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കും, പക്ഷെ എന്നാലും മെജോറിറ്റി സാധനങ്ങൾ നമ്മളെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ വേർഡിങ്സ് അതേപോലെ പഠിക്കേണ്ട. വേർഡിങ്സ് അതേപോലെ പഠിക്കുന്ന സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി. സെക്ഷൻസും സെക്ഷൻ നമ്പേഴ്സും സെക്ഷൻ്റെ പേരുകൾ, ചാപ്റ്ററിൻ്റെ നമ്പേഴ്സ്, ചാപ്റ്ററിൻ്റെ പേര്, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാതെ പഠിക്കുക. അതേപോലെ തന്നെ ചില ഫാക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 68 വയസ്സ് വരെ, 65 വയസ്സ് വരെ, 5 വർഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫാക്ട്സും കാണാതെ പഠിക്കുക. നന്നായി പഠിക്കുക. താങ്ക് യു.